മായ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് പരമേശ്വരൻ അവറുകളെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ പുണ്യവേദിയിൽ സന്നിഹിതരാകുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെയും സുഹൃതികളായ എല്ലാ സുമനസ്സുകളെയും ഈ മഹോത്സവ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്വൈതത്തിന്റെ അമൃതധാര പകർന്നു നൽകിയ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ പുണ്യമായ മണ്ണാണിത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുവിൻ എന്ന തൃപ്പാദങ്ങൾ ആഹ്വാനം ചെയ്ത ഈ നാഗമ്പടം സന്നിധിയിൽ അറിവിന്റെയും ഭക്തിയുടെയും പുതിയൊരു സംഗമത്തിന് ഇന്ന് തിരിതെളിയിക്കുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഓരോ തരി മണലിലും ആ മഹാമനീഷിയുടെ ശാന്തി മന്ത്രങ്ങൾ മുഴങ്ങുന്നതായി നമുക്ക് അനുഭവിക്കാം. ജാതിഭേദമില്ലാത്ത മാതൃകാ ലോകത്തെക്കുറിച്ച് ഭഗവാൻ സ്വപ്നം കണ്ട ഈ തിരുമുറ്റത്ത് മാനവികതയുടെയും സഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നു നൽകുവാനാണ് നാം ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതിഹാസങ്ങൾ പിറന്ന അക്ഷരനഗരിയുടെ തിരുനെറ്റിയിലെ സിന്ദൂരമാണ് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം. ഗുരുസ്വാമി തൃപ്പാദങ്ങളാൽ പവിത്രമാക്കപ്പെട്ട ഈ അങ്കണത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശിവചൈതന്യവും ഗുരുചൈതന്യവും പാലാഴി പോലെ ഒഴുകിച്ചേരുന്ന നാഗമ്പടത്തിന്റെ പുണ്യഭൂമിയിൽ ഇത് കേവലം ഒരു ഉത്സവ സമ്മേളനമല്ല, മറിച്ച് മാനവികതയുടെ മഹാസംഗമമാണ്. അക്ഷരനഗരിയുടെ മണ്ണിൽ ആത്മീയതയുടെ സുഗന്ധം പരത്തുന്ന ഈ സന്ധ്യാനേരം ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തട്ടെ. നാഗമ്പടത്തപ്പന്റെ തൃക്കൻ പാർക്കലിൽ നമ്മൾ ഒന്നായി ചേരുന്ന ഈ സമാഗമം നന്മയുടെ പുതിയ പാതകൾ തുറക്കട്ടെ. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്ന ആഹ്വാനത്തിലൂടെ അക്ഷരനഗരിയെ വിജ്ഞാനത്തിന്റെ വിളഭൂമിയാക്കുവാൻ പ്രേരണയായ ഗുരുദേവ തൃപാദങ്ങളുടെ സാന്നിധ്യം ഇന്നും നാഗമ്പടത്തെ ഓരോ കാറ്റിലും ഇലമർമരങ്ങളിലും തങ്ങി നിൽക്കുന്നുണ്ട്. അദ്വൈതം എന്ന അമൃതധാരയാൽ മനുഷ്യ മനസ്സുകളിലെ അജ്ഞാനമാകുന്ന ഇരുളകറ്റിയ വിശ്വഗുരുവിന്റെ പാദസ്പർശത്താൽ പവിത്രമാണ് ഈ മണ്ണ്. ഭക്തിയുടെയും കലയുടെയും ഈ സംഗമവേദിയിൽ സർവചരാചരങ്ങളിലും ചൈതന്യമായി നിറയുന്ന ആ മഹാമനീഷിയുടെ സ്മരണകളിലൂടെ നമുക്ക് ഈ സായാഹ്നത്തിന് തുടക്കം കുറിക്കാം. അറിവിന്റെയും അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും ആചാര്യൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദമുദ്ര ചാർത്തിയ ഈ പവിത്ര ഭൂമിയിൽ 113ാമത് തിരുവുത്സവ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ നമുക്ക് ആ പുണ്യസ്മരണകളെ ഹൃദയത്തോട് ചേർക്കാം. ഗുരുസ്മരണയ്ക്കായി ശ്രീമതി ജയ പ്രദീപ് അവറുകളെയും ശ്രീമതി ബിജി അനിൽ അവറുകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം നിന്നിടും പോലുള്ളം നിന്നിൽ സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവി
ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ശിവചൈതന്യവും ഗുരുചൈതന്യവും ഗംഗാ യമുനകളായി ഒഴുകിച്ചേരുന്ന നാഗമ്പടത്തിന്റെ ഈ പുണ്യഭൂമിയിൽ കലയും സാഹിത്യവും ഭക്തിയും ഒത്തുചേരുന്ന ഒരു ധന്യ നിമിഷത്തിനാണ് ഇപ്പോൾ നാം സാക്ഷ്യം വഹിക്കുന്നത്. മീനച്ചിലാറ്റിലെ കുളിർക്കാറ്റും നാഗമ്പടത്തപ്പന്റെ നടയിൽ മുഴങ്ങുന്ന ശംഖനാദവും സാക്ഷിയാക്കി അക്ഷരനഗരിയുടെ ഹൃദയതാളമായി മാറിയ തിരുവുത്സവ സമ്മേളനത്തിൽ സ്വാഗതം അർപ്പിക്കുന്നത് ഏറ്റവും മികച്ച സംഘാടകനും തിരുവുത്സവ കമ്മിറ്റി ജനറൽ കൺവീനറുമായ ശ്രീ എസ് ദേവരാജൻ അവർകളാണ്. അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായി SNDP യോഗം 1338 ടൗൺ ബേസ് ശാഖയുടെ പ്രസിഡന്റാണ്. കോടിമത സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ്, ലയൺസ് ക്ലബ് ഓഫ് കുമാരനെല്ലൂർ സെക്രട്ടറി, ലയൺസ് ക്ലബ് പ്രസിഡന്റ്, സെന്റ് ക്ലബ് കോട്ടയം സെക്രട്ടറി, പള്ളിപ്പുറത്തുകാവ് ദേവീക്ഷേത്രം ഉത്സവ കമ്മിറ്റി മുൻ പ്രസിഡന്റ് തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം തന്റെ സംഘാടക മികവ് തെളിയിച്ചിട്ടുണ്ട്. 2018 മുതൽ ശ്രീ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം ഉത്സവ കമ്മിറ്റി കൺവീനറും ശ്രീ എസ് ദേവരാജൻ അവർകളെ ഏറെ ആദരപൂർവ്വം സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ SNDP യോഗം കോട്ടയം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ സാർ, 113ാമത് തിരുവുത്സവം സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവസ്വം തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ചേട്ടൻ, ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്ന ദേശീയ ഫിലിം അവാർഡ് ജേതാവും കലാപരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന ചലച്ചിത്ര നടൻ ബഹുമാനപ്പെട്ട ശ്രീ വിജയരാഘവൻ അവർ, ശ്രീ കോട്ടയം നഗരപിതാവ് ശ്രീ MP സന്തോഷ് കുമാർ, SNDP കോട്ടയം യൂണിയനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജോയിന്റ് കൺവീനർ ശ്രീ V ശശികുമാർ സാറ്, വാർഡ് കൗൺസിലറായ ശ്രീ TC റോയി അവർ, കോട്ടയം യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ രാജപ്പൻ, സെക്രട്ടറി സുഷമ മോഹനപ്പൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീ ലിനീഷ് ആക്ളം, പെൻഷനേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര ബാബു സാറ്, ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം ചെയർമാൻ ശ്രീ AB പ്രസാദ് കുമാർ സാർ, എൻ്റെ സഹപ്രവർത്തകരായ തിരുവുത്സവ കമ്മിറ്റി ഭാരവാഹികളെ, 103 ശാഖകളിലെയും ഭാരവാഹികൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, പോഷക സംഘടനാ ഭാരവാഹികൾ, നല്ലവരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്താൽ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളാൽ 1914 പ്രതിഷ്ഠിതമായ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 113ാമത് തിരുവുത്സവത്തിന് തൃക്കൊടിയേറ്റ് ബ്രഹ്മശ്രീ കുമരം ഗോപാലൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി കുമരം രജിശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മലയാള മാസം 1083 രജിസ്റ്റർ ചെയ്യപ്പെട്ട കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ഗുരുഭക്തരായ 16 ചെറുപ്പക്കാർ ചേർന്ന് രൂപം കൊടുത്ത ഒരു സംഘമാണ് ആചന്ദ്രധാര പ്രശോഭിനി സഭ. രജിസ്റ്റർ കർണപ്രകാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമികളെ സ്ഥിരാധ്യക്ഷനായി നിശ്ചയിക്കുകയും തൃപ്പാദങ്ങളുടെ നേതൃത്വത്തിലും ആജ്ഞപ്രകാരവും സഭ നടത്തപ്പെടണമെന്ന് വ്യവസ്ഥയും ചെയ്തിരുന്നു. ക്ഷേത്രപ്രവേശനം നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും ആരാധനയ്ക്കുമായും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അതിനുശേഷമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തിയത്. ആ ആവേശത്തിന്റെ ഒഴുക്കിൽ പല പ്രദേശങ്ങളിലും ജനങ്ങൾ സംഘടിച്ചു. അങ്ങനെ ആചന്ദ്രധാര പ്രശോഭിനി സഭയിലെ അംഗങ്ങൾ ഗുരുവിന് ഏറെ ഇഷ്ടപ്പെട്ട
മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നതിന് ഗുരുവിനെ ക്ഷണിച്ചു, ആഗ്രഹം അറിയിച്ചു. മഹാഗുരുവിന്റെ ആജ്ഞപ്രകാരം അനന്തരകാമിയ ആകുവാൻ ഭാഗ്യം സിദ്ധിച്ച ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളാൽ 1914 ശിവചൈതന്യമുള്ള വെള്ളിവേൽ പ്രതിഷ്ഠിച്ച് നാഗമ്പടം ക്ഷേത്രം ഉണ്ടായി. പിന്നീട് 1934 ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള വസ്തുക്കളുമെല്ലാം ഭഗവാൻ സ്ഥിരാധ്യക്ഷനായിരുന്ന ആചാര്യധാര പ്രശോഭനി സഭ കോട്ടയം യൂണിയനായി രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ക്ഷേത്രവും യൂണിയനും എത്രത്തോളം മഹത്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾ ഈ നാഗമ്പട ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. ചാന്നാറിലകളെയും മാറുമറയ്ക്കലും ചരിത്രത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അന്ന് സമുദായ അംഗങ്ങളുടെ വസ്ത്രധാരണം പ്രാകൃതമായിരുന്നു. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം മേൽജാതിക്കാർ വിലക്കിയിരുന്നു. ഈ സമ്പ്രദായം മാറ്റുന്നതിന് കോട്ടയം ജില്ലയിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ആചാര്യധാര പ്രശോഭനി സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ ശങ്കുവിന്റെ നേതൃത്വത്തിലായിരുന്നു. അതുപോലെ തന്നെ 1924 ജനുവരി 16 കുമാരനാശാൻ ആലുവായ്ക്കുള്ള യാത്രാമധ്യേ നാഗമ്പടം ക്ഷേത്രോത്സവത്തിന് എത്തുമെന്ന് അറിയിക്കുകയും കൊല്ലത്ത് നിന്ന് ബോട്ടിൽ യാത്ര പുറപ്പെട്ടുവെങ്കിലും പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിൽ ദേഹവിയോഗം സംഭവിച്ചു. ആ സ്നേഹഗായകന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്രമുറ്റത്തുള്ള ഓഡിറ്റോറിയത്തിന് കവികുമാര മന്ദിരം എന്ന പേര് നൽകുകയും ചെയ്തു. 1928 ജനുവരി 16 ഭഗവാൻ നാഗമ്പട ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിന്റെ തേന്മാവിൽ ചുവട്ടിൽ വിശ്രമിക്കുന്ന വേളയിലാണ് ശിവഗിരി തീർത്ഥാടനം എന്ന അറിവിന്റെ തീർത്ഥാടനത്തിന് അനുമതി നൽകി അനുഗ്രഹിച്ചത്. അതേ വേദിയിൽ വെച്ചാണ് മഹത്തായ SNDP യോഗത്തിന്റെ 108 ശാഖകൾക്ക് തൃക്കൈകളാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത്. അങ്ങനെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യഭൂമിയാണ് നാഗമ്പടം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവും പ്രവർത്തനങ്ങളും എത്രത്തോളം മഹത്തരമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മുൻകാലങ്ങളിൽ കോട്ടയം SNDP യൂണിയന്റെ നേതൃത്വത്തിലാണ് ഉത്സവം നടന്നെങ്കിലും കഴിഞ്ഞ 2 വർഷമായി 103 ശാഖകളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് ഉത്സവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. 103 ശാഖകളെ 4 മേഖലകളായി തിരിച്ച് വിവിധ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ താലപ്പൊലിയും മേഖല തിരിച്ചുള്ള കലാപരിപാടികളും 6ാം ഉത്സവ ദിവസം ഇളനീർ തീർത്ഥാടനവും മഹാപ്രസാദമൂട്ടും നടത്തപ്പെടുന്നു. കൂടാതെ ജനുവരി 28, 29, 30 തീയതികളിലായി ജനപ്രിയ നാടൻപാട്ട് കലാകാരൻ കൊല്ലം ഇർഷാദ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും മുഹമ്മ ആര്യക്കര പ്രദേശ് അവതരിപ്പിക്കുന്ന ചെണ്ടമേളത്തോടു കൂടിയ വയലിൻ ഫ്യൂഷനും സിനിമാ പിന്നണി ഗായകൻ ശ്രീ ബിജു മാങ്കോട് നയിക്കുന്ന മെഗാഗീറ്റ് ഗാനമേളയും നടത്തപ്പെടുന്നുണ്ട്. ഇക്കൊല്ലത്തെ ആറാട്ടിന്റെ പ്രത്യേകത എന്തെന്നാൽ ഗജമുഖ ശ്രേഷ്ഠൻ വേമ്പനാട് അർജുനനാണ് ഭഗവാന്റെ തിറമ്പേറ്റുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് പുറപ്പെട്ട് ആറ്റുമാലി SH മൗണ്ട് വഴി നട്ടാശ്ശേരി ശാഖയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് പഞ്ചവാദ്യത്തിന്റെയും വിവിധ മേളങ്ങളുടെയും അകമ്പടിയോടുകൂടി കുതിരകൾ, ഡിജിറ്റൽ തെയ്യം, ഗരുഡൻ, മയിലാട്ടം തുടങ്ങിയ കലാരൂപങ്ങളും 103 ശാഖയിലെ ഭാരവാഹികളും ഏകദേശം 3000-ഓളം പേർ ഈ ആറാട്ട് ഘോഷയാത്രയിൽ അനുഗമിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ചതയ ദിനത്തിൽ 103 ശാഖകളിലെ അംഗവടികളിൽ നിന്ന് അവർ കൃഷി ചെയ്തുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് 4 മേഖലകളിൽ നിന്നും ലോറി കണക്കിന് സാധനങ്ങൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിനാൽ 103 ശാഖകളിലെയും എല്ലാ വീടുകളിലും നാഗമ്പടം ഉത്സവത്തിന്റെ വിളംബരം എത്തിക്കുവാൻ സാധിച്ചു. കൂടാതെ 40,000 നോട്ടീസുകൾ എല്ലാ വീടുകളിലും എത്തിക്കുവാനും നമുക്ക് ഈ വർഷം സാധിച്ചിട്ടുണ്ട്. ഇതിന് സഹായിച്ച മേഖലാ ചാർജുകൾ വഹിക്കുന്ന ചെയർമാൻമാർ, കൺവീനർമാർ, കലവറ നിരക്കലിന്റെ ചാർജുകൾ വഹിക്കുന്ന കൺവീനർമാർ, വനിതാ സംഘ പ്രവർത്തകർ എന്നിവരെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല. ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്കും വൈകിട്ടും പ്രസാദമായി അന്നദാനവും നൽകുന്നുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് ആഘോഷം മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയോടെ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഒരു കൈത്താങ്ങാകുവാനും ഈ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിർദ്ധരായ രോഗികൾക്ക് ജാതിമത ഭേദമന്യേ ഡയാലിസിസ് കിറ്റ് ഈ സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. ഡയാലിസിസ് കിറ്റുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോയി ആലുക്കാസ്, മലബാർ ഗോൾഡ്, ശ്രീ G ഗോപകുമാർ, പ്രസന്ന എഞ്ചിനീയറിംഗ്, ശ്രീ സോദരൻ ശാന്തിയൻ എന്നിവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. 113ാമത് തിരുവുത്സവ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് SNDP കോട്ടയം യൂണിയന്റെ
അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറും ചങ്ങനാശ്ശേരി യൂണിയന്റെ സെക്രട്ടറിയും ചെങ്ങന്നൂർ യൂണിയന്റെ കൺവീനറായും ഒരേ സമയം 3 യൂണിയനുകളെ നയിക്കുന്ന ശ്രീ സുരേഷ് പരമേശ്വരൻ സാറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വപരമായ കാര്യക്ഷമത തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മികച്ച വാഗ്മിയും കൗൺസിലറും കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് പരമേശ്വരൻ അവരെ ഏറെ ബഹുമാന പുരസ്സരം ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്തു. തിരുവുത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളാണ്. കോട്ടയം SNDP യൂണിയനുമായി ഏറ്റവും അടുത്തിടപഴകുന്ന മന്ത്രി നമ്മുടെ എന്തു കാര്യത്തിലും നമ്മോടൊപ്പം മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ ഒരു പ്രശ്നമായി കരുതി ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി പരിഹാരമുണ്ടാക്കുകയും എന്തു കാര്യവും തുറന്നു സംസാരിക്കാൻ കഴിയുന്ന സ്നേഹബന്ധം എപ്പോഴും സൂക്ഷിക്കുന്ന മന്ത്രി എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മബന്ധുവും മികച്ച വാഗ്മിയും ആദരണീയനുമായ ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ അവരെ ബഹുമാന പുരസ്സരം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ കോട്ടയം SNDP യൂണിയന്റെയും നാമടം ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയുടെയും ആദരവ് ഏറ്റുവാങ്ങുവാനും കലാപരിപാടികളുടെ ഉദ്ഘാടനം ചെയ്യുവാനും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ദേശീയ ഫിലിം അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ വിജയരാഘവൻ അവർകളാണ്. മലയാള ചലച്ചിത്ര നാടകാചാര്യൻ ശ്രീ NN പിള്ളയുടെ മകനും മലയാള സിനിമയിലെ നടനുമാണ് ശ്രീ വിജയരാഘവൻ. ഡയറക്ടർ പദവികളിലൂടെ അദ്ദേഹം ജനപ്രിയനാണ്. പൂക്കാലം എന്ന സിനിമയിലെ ഹൃദയസ്പർശിയായ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിനും അർഹനായി. പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് ക്യാരക്ടർ ആക്ടറിനുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിനും അർഹനായി. അങ്ങനെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ കോട്ടയംകാരുടെ അഭിമാനമായ ശ്രീ വിജയരാഘവനെ ബഹുമാന പുരസ്സരം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജനപ്രതിനിധിയായ വർഷങ്ങളുടെ അനുഭവജ്ഞാനവും ഭരണപാഠവുമാണ് ശ്രീ MP സന്തോഷ് കുമാറിനെ കോട്ടയം നഗരപിതാവായി തിരഞ്ഞെടുത്തത്. തുടർച്ചയായി 6 തവണ കൗൺസിലറാവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അദ്ദേഹത്തിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോട്ടയം യൂണിയനിലെ 103 ശാഖകളെയും കോർത്തിണക്കിക്കൊണ്ട് കർക്കശമായ നിലപാടുകൾ നടപ്പിലാക്കി എല്ലാം ഈ SNDP യോഗം എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന തന്റെ ആരോഗ്യസ്ഥിതിയെ പോലും വകവയ്ക്കാതെ ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് മികച്ച സംഘാടകൻ എന്ന നിലയിൽ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന SNDP യോഗം കോട്ടയം യൂണിയന്റെ ജോയിന്റ് കൺവീനർ ബഹുമാനപ്പെട്ട ശ്രീ V ശശികുമാർ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാമടം ക്ഷേത്രത്തിലെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട എന്താവശ്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടാലും അത് കൃത്യമായി നടപ്പിലാക്കി തരുന്ന 11ാം വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീ TC റോയി അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ നിർദ്ധരായ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോയി ആലുക്കാസ് ഗ്രൂപ്പ്, മലബാർ ഗോൾഡ്, G ഗോപകുമാർ പ്രസന്ന എഞ്ചിനീയറിംഗ്, കോടിമത, ശ്രീ സോദരൻ ശാന്തികൾ എന്നിവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഐമനം പുത്തൻപുരയിൽ കൃഷ്ണശാന്തിയുടെ കുടുംബത്തോടുള്ള നന്ദിയും അറിയിക്കട്ടെ. ഈ ഐമനം ബാലൻചേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 113ാമത് തിരുവുത്സവത്തിന് കഴിഞ്ഞ കുറെ മാസങ്ങളായി നിരന്തരം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടുവരിക്കുന്ന ചില വ്യക്തികളുണ്ട്. കോട്ടയം യൂണിയൻ വനിതാ സംഘം പ്രവർത്തകർ, വഴിപാട് കമ്മിറ്റി പ്രവർത്തകരായ ശ്രീ CE ഭാസ്കരൻ ചേട്ടൻ, വേണുരാജ്, ദാസ്, മോഹനൻ ചേട്ടൻ, അതുപോലെ തന്നെ കോർഡിനേറ്റർ ശ്രീ SD പ്രസാദ് ചേട്ടൻ, ശ്രീ KR വിജയൻ, സജി മറിയപ്പള്ളി, അനൂപ് സോമൻ, സൈഞ്ചു, MR രാജേഷ്, KP സതീഷ്, രാജീവ്, ദീപു ചൂരക്കുറ്റി, ജിജിമോൻ ഇല്ലിച്ചിറ, MJ അജയൻ, സതീഷ്, ഗോപിനാഥൻ സാറ്, പുന്നത്തറ ശാഖയിലെ വിശാല്, രതീഷ്,
റജിമോൻ, MM റജിമോൻ, അജിമോന്, അനിൽകുമാർ നാട്ടാശ്ശേരി, വിജു MP, ജിനോ ഷാജി, രഞ്ജിത്ത് മറയപ്പള്ളി, സാബു ചെല്ലപ്പൻ, സാമ്, രാജേന്ദ്ര പ്രസാദ്, രഞ്ജിത്ത് MC, ബിനു, ബോസ്, രാജേഷ് എന്നിവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ വഴിപാടുകൾ നൽകിയും പരിപാടികൾ സ്പോൺസർ ചെയ്തും പരസ്യങ്ങൾ നൽകിയ സ്ഥാപനങ്ങളോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ക്ഷേത്രം മേൽശാന്തി ശ്രീ രജീഷ് ശാന്തി, മാനേജർ ശ്രീ MC സുരേഷ്, ശ്രീ സജീവ് ആർ, ശ്രീ അനൂപ്, മറ്റ് ജീവനക്കാർ എന്നിവരുള്ള നന്ദിയും അറിയിക്കട്ടെ. വിവിധ കമ്മിറ്റികളുടെയും കൺവീനർമാരെയും ജോയിന്റ് കൺവീനർമാരെയും പ്രവർത്തിക്കുന്ന എല്ലാ മഹത് വ്യക്തികളോടും എൻ്റെ നന്ദി അറിയിക്കട്ടെ. 4 മേഖലകളിലെയും ചെയർമാൻമാർ, കൺവീനർമാർ, കലവറ നിരക്കൽ കൺവീനർ, 103 ശാഖകളിലെയും ഭാരവാൻ എന്നിവരുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഈ യോഗത്തിൻ്റെയും ഇനി വരുന്ന ഉത്സവ ദിവസങ്ങളിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുദേവ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. ഗുരുദേവ ദർശനങ്ങളുടെ സുഗന്ധം സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന കർമ്മയോഗി, വാക്കുകളിൽ ഗുരുവാണിയും പ്രവൃത്തിയിൽ സേവനത്തിന്റെ വിശുദ്ധിയും പുലർത്തുന്ന വിനയസമ്പന്നനായ സാരഥി, ജാതിമത ഭേദങ്ങൾക്ക് അതീതമായ മനുഷ്യ സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം ഓരോ ഹൃദയത്തിലും പതിപ്പിക്കുവാൻ പ്രയത്നിക്കുന്ന ആത്മീയ പതികൻ, ചിതറിക്കിടക്കുന്ന കണ്ണിനെയെല്ലാം സംഘടനയുടെ കരുത്തുറ്റ ചങ്ങലയിൽ കോർത്തിണക്കി സമുദായത്തിന്റെ ശബ്ദമായി മാറിയ സംഘാടകൻ, ജീവിതം തന്നെ ഒരു ഗുരുധർമ്മ പ്രചാരണമാക്കിയ അദ്വൈത ദർശനങ്ങളുടെ നേർവഴികാട്ടി, സേവനത്തിന്റെ പാതയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നേറുന്ന കർമ്മധീരൻ, നമ്മുടെ സമുദായത്തിന്റെ ഉന്നമനത്തിനായി രാപ്പകൽ ഭേദമില്ലാതെ ഓടി നടക്കുന്ന SNDP യോഗം കോട്ടയം യൂണിയന്റെ കരുത്തുറ്റ കൺവീനറും പ്രമുഖ ശ്രീനാരായണ ധർമ്മ പ്രചാരകനുമായ പ്രിയപ്പെട്ട സുരേഷ് പരമേശ്വരൻ അവറുകളാണ് ഇന്ന് ഈ പുണ്യവേദിയിൽ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത്. അക്ഷരനഗരിയുടെ വികസന ഭൂപടത്തിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ കർമ്മയോഗി, ജനമനസ്സുകളുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് വികസനത്തിന്റെ പുതിയ തുറമുഖങ്ങളിലേക്ക് നാടിനെ നയിക്കുന്ന ജനകീയനായ നായകൻ, വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് രാഷ്ട്രീയത്തിന്റെ വിശുദ്ധി എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയ ഭരണാധികാരി, നാഗമ്പടത്തപ്പന്റെ തിരുമുറ്റത്ത് ഗുരുദേവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യവേദിയിൽ നന്മയുടെയും വികസനത്തിന്റെയും പുതിയ പ്രകാശനാളങ്ങൾ തെളിയിക്കാനായി ബഹുമാനപ്പെട്ട ദേവസ്വം, സാംസ്കാരികം, തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെ അതിയായ ആദരവോടെ ഈ സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രഭാകുരം സൽപദേ ഇരുൾ തുറന്നു മെല്ലവേ, ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമേയിലെത്തണി, സ്തേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലർമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമീ കോമള പ്രഭ തിളങ്ങണി വിഭോ, മാറ്റി നിൻമുഖരസം മറ
കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം ചീർത്തിതിന്നൊളി തെളിഞ്ഞു പൊങ്ങി നെയ്വാത്തിടായിലുമെരിഞ്ഞു മേൽക്കുമേൽ നേർത്ത ദേശമിഴി അഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ സുരേഷ് പരമേശ്വരൻ, സ്വാഗതമാശംസ ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ എസ് ദേവരാജൻ, ഇന്ന് നമ്മൾ ആദരിക്കുന്ന കലാകേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ വിജയരാഘവൻ, പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ എം പി സന്തോഷ് കുമാർ, പ്രിയങ്കരനായ ശ്രീ വി ശശികുമാർ, പ്രിയപ്പെട്ട ശ്രീ ടി സി റോയ്, പ്രിയപ്പെട്ട ശ്രീ എസ് ഡി പ്രസാദ്, വേദിയിലുള്ള മറ്റ് ബഹുമാന്യരായ വിവിധ സംഘടനകളുടെ ഭാരവാഹികളെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, അധ്യക്ഷൻ പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് ആദ്യ ഉദ്ഘാടകൻ പ്രസംഗിക്കുന്നതിനൊരു അനൗചിത്യമുണ്ട് എന്ന് പറയട്ടെ. എനിക്ക് നാളെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണ് നാളെ. അതിൽ മുഖ്യ സംഘാടകൻ എന്ന നിലയ്ക്ക് രാത്രി തന്നെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തേണ്ടതുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വഴിമാറി തന്ന് ഉദ്ഘാടനം ചെയ്യാൻ അവസരം തന്നത്. അത് അദ്ദേഹത്തോട് നന്ദിപൂർവ്വം ആ ഒരു സന്ദർഭം ഒരുക്കി തന്നത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. നാളെ ഞാൻ സംക്രാന്തിയിൽ നിന്നുള്ള താലപ്പൊലിയും ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ നാളത്തെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ ഞാൻ അധ്യക്ഷനും മുഖ്യമന്ത്രി ഉദ്ഘാടകനും ആയിട്ട് നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയില്ല എന്ന കാര്യവും ആമുഖമായി സൂചിപ്പിക്കട്ടെ. ചരിത്രമുറങ്ങുന്ന ഈ നാഗമ്പടം ക്ഷേത്രസന്നിധിയിൽ നിരവധി പ്രാവശ്യം ഉത്സവത്തോടനുബന്ധിച്ചും അല്ലാതെയും വരാനും പല പരിപാടികളിൽ പങ്കെടുക്കാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളെല്ലാം നമ്മിൽ ഓടിയെത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഓർമ്മകൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള മാവിൻ ചുവട്ടിൽ ധ്യാനത്തിനിരിക്കുന്ന ഘട്ടത്തിൽ വല്ലഭശ്ശേരി വൈദ്യരും കിട്ടൻ റൈറ്ററും സ്വാമിജിയും ചേർന്ന് ഒരു ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ആശയത്തെ മുന്നോട്ട് വയ്ക്കുകയും അത് ഗുരുദേവൻ അംഗീകരിക്കുകയും ആ തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള സന്ദേശത്തിൽ സുപ്രധാനമായ 8 കാര്യങ്ങൾ സന്ദേശമായി നൽകുകയും ചെയ്ത സന്ദർഭം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ സന്ദേശങ്ങളാകട്ടെ ഒരെണ്ണം മാത്രമാണ് ആത്മീയമുള്ളത്, ബാക്കിയെല്ലാം ഭൗതികമാണ്. അപ്പോൾ ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിക്കുന്നത് പോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലേക്ക് നമ്മുടെ ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ സഹായിക്കുന്ന ഒരു മതാതീത ആത്മീയ രംഗത്തെ അത്യുന്നതനായ യുവപ്രഭാവനായ ഏറ്റവും വലിയ ദാർശനികൻ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്, ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആർക്കും ആ ഓർമ്മകൾ, പ്രത്യേകിച്ചും ആ സന്ദേശങ്ങളിൽ ഉൾക്കൊള്ളുന്ന സുപ്രധാനമായ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സംഘടന കൊണ്ട് ശക്തരാവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും കൃഷിയും വ്യവസായവും കൊണ്ട് നമ്മൾ ഉയർന്ന ഉന്നതരായി മാറാനും ശുചിത്വം പാലിക്കാനും അതുപോലെ തന്നെ ഭക്തി പാലിക്കാനും നമ്മുടെ ട്രെയിനിങ്ങും വിദ്യാഭ്യാസ രംഗവും എല്ലാം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് ശിവഗിരി തീർത്ഥാടനമായി ഏറ്റവും അവസാനത്തെ തീർത്ഥാടനത്തിൽ വരെ നമ്മളെല്ലാം പങ്കെടുത്തിരുന്നു. ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ കുറേ കാലമായി ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സമ്മേളനം നടക്കുന്ന ദിവസം പോകാറുണ്ട്. ഈ പ്രാവശ്യവും മുഖ്യമന്ത്രിയോടൊപ്പം പോയിരുന്നു. ആ തീർത്ഥാടന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു സന്ദേശം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഈ ക്ഷേത്രസന്നിധിയിൽ നിന്ന് കോട്ടയം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഘോഷയാത്ര പദയാത്രയായി ശിവഗിരിയിലെത്തിയാണ് ആ
ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്, ആ സന്ദേശം നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ആ സന്ദേശം മാനവരാശിക്ക് പുരോഗതിയിലേക്ക് വരാൻ വഴിമരുന്നിരുന്നതാണ് ആ സന്ദേശം എന്ന കാര്യത്തിൽ സംശയമില്ല. വർത്തമാന കാലഘട്ടത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നും വലിയ രൂപത്തിൽ നമ്മുടെ മേൽക്കോയ്മകൾ നിലനിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇന്നും അപൂർവം ചില സ്ഥലങ്ങളിൽ മേൽക്കോയ്മകൾ നിൽക്കുകയാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരുമെന്ന ഒരു കാലഘട്ടത്തിലെ അലിഖിതമായ നിയമങ്ങൾ ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു. പക്ഷേ അത് പത്തി വിടർത്തിയാടാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള സാഹചര്യം. ഏറ്റവും അവസാനത്തെ ഒരനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കിടുകയാണ്. മറ്റൊന്നുമല്ല, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈഴവനായ ഒരു തന്ത്രിയല്ല, ഒരു മാലകെട്ടുകാരനെ നിയോഗിച്ചപ്പോൾ ആ മാലകെട്ടുകാരൻ ഈഴവനായതുകൊണ്ട് മാത്രം ഞങ്ങൾ തന്ത്രിപ്പണി ചെയ്യില്ല എന്ന് പറഞ്ഞ് 6 തന്ത്രിമാർ ചേർന്ന് അപ്പം തന്നെ രാജിക്കത്ത് നൽകി. ദേവസ്വത്തിൻ്റെ മന്ത്രി എന്നുള്ളവരൊക്കെ അവിടുത്തെ ചെയർമാൻ എന്നെ വിളിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു, ഈഴവജാതിയിൽപ്പെട്ടയാളായതുകൊണ്ട് ഈ മാലകെട്ടുകാരനെ അംഗീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇതാ രാജി വന്നിരിക്കുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു ദാക്ഷിണ്യവും വേണ്ട, ഇവരാറും പേരും പുറത്തു പോയാലും വേറെ തന്ത്രിമാരെ വെച്ച് ആ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒപ്പം നിങ്ങൾ ഒപ്പിട്ട് അപ്പോയിൻമെന്റ് കൊടുത്തിരിക്കുന്ന ആ ആളെ അവിടെ ജോലിക്ക് നിയമിക്കുകയും വേണം, അയാൾ ചാർജ് എടുക്കാൻ പറ. ഇതാണ് ഗവൺമെന്റിന് പറയാനുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അസംബ്ലി നടക്കുന്ന സമയമായിരുന്നു. ഞാൻ അസംബ്ലി തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചു. എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളി ഉയർന്നു വന്നിരുന്നാലും ശരി, നിശ്ചയമായും ആ ജാതി വികാരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ ഇന്നും ഒരു മേൽക്കോയ്മ ഉയർത്തി നിരാകരിക്കപ്പെടുന്ന ഈ സന്ദേശം ഈ കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടി ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചെയർമാൻ നിർദ്ദേശം നൽകി. ചെയർമാൻ അതനുസരിച്ച് ഈ കാര്യത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ ആ ജോലിക്ക് വന്ന ആൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ തർക്കവും ബഹളവും ഉള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ക്ഷേത്രത്തിലെ റിക്രൂട്ട്മെന്റ് ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിരുന്നാലും, മലബാർ ദേവസ്വം ബോർഡായിരുന്നാലും, കൊച്ചിൻ ദേവസ്വം ബോർഡായിരുന്നാലും, ഗുരുവായൂർ ദേവസ്വം ബോർഡായിരുന്നാലും, കൂടൽമാണിക്യ ദേവസ്വം ബോർഡായിരുന്നാലും, ഇതിൻ്റെ എല്ലാം നിയമനങ്ങൾ നടക്കുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. PSCയുടെ സമാനമാണ് ആ ബോർഡ്. ആ നിലയ്ക്കുള്ള ബോർഡിൽ റിക്രൂട്ട് ചെയ്ത അടുത്തയാളെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു. അടുത്തയാൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തപ്പോൾ ചേർത്തലക്കാരൻ മറ്റൊരു ഈഴവനാണ്. അപ്പോൾ വീണ്ടും അയാൾ ചെല്ലുമ്പോൾ ഇവർ വീണ്ടും പഴയ പണി എടുക്കുമെന്ന് നമുക്കറിയായിരുന്നു. ഞാൻ അപ്പം തന്നെ അഡ്വാൻസായി ചെയർമാനോടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററോടും പറഞ്ഞു, ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ആ വരുന്നത് ആരോ KDRB നിശ്ചയിച്ചു തരുന്ന ആരോ അവരവിടെ ഈ ഉദ്യോഗത്തിൽ ഏർപ്പെട്ടിരിക്കണം. അതാണ് ഗവൺമെന്റ് നിലപാട്. അത് വീണ്ടും ഈ കാര്യത്തിലേക്ക് തന്ത്രികൾ പരാതി കൊടുത്തു. പക്ഷേ പരാതി കൊടുത്തപ്പോൾ അതിൽ വന്ന ഒരു വ്യത്യാസം, 2 തന്ത്രികൾ ഈ കാര്യത്തിൽ ഗവൺമെന്റ് നയത്തോട് യോജിച്ച് ജോലി ചെയ്യാൻ തയ്യാറായി എന്ന വ്യത്യാസം അവിടെ വന്നു. അപ്പോൾ എന്തായിരുന്നാലും അവർ കോടതിയിൽ പോയി. കേരള ഹൈക്കോടതിയിൽ തന്ത്രിമാർ ചേർന്നിട്ട് ഇവരെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് നിന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ കാര്യത്തിൽ ഗവൺമെന്റ് നിലപാട് പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് ആ ഈഴവജാതിയിൽപ്പെട്ട കടക്കാരൻ അവിടെ ജോലി ചെയ്യണം എന്ന് തന്നെ കോടതിയുടെ ഉത്തരവ് വന്നു. അയാൾ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു, പിണങ്ങി മാറി നിൽക്കുന്നവരെ നിൽക്കുന്നു എന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഇതെല്ലാം വർത്തമാന കാലഘട്ടത്തിൽ ഈ കേരളത്തിലാണോ ഇത് നടക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ചിന്താഗതിക്കാർ ഈ നാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയണം. അവര് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ കാര്യങ്ങൾ ഗുരുദേവ സന്ദേശങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് 1888 അരൂപ്രം പ്രതിഷ്ഠയിൽ ആലേഖനം ചെയ്ത ആ മഹത്തായ സന്ദേശങ്ങൾ ആ വലിയ രൂപത്തിലുള്ള ധാർഷ്ട്യമെടുക്കുന്ന ഈ പ്രാമാണികത്വം ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ജാതിപരമായ വിവേചനം ഉയർത്തുന്ന ആളുകളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ആ സന്ദേശം എത്തേണ്ടതാണ്. അവർ ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഇന്ന് കേരളത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് അബ്രാഹ്മണരായ 36 പേരെ കേരളത്തിൽ ശാന്തിക്കാരായി നിയമിച്ച ഒരു ഗവൺമെന്റ് ആണെന്ന് കൂടി ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ ഈഴവജാതിയിൽപ്പെട്ടവരുണ്ട്, പുലയ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. ഇങ്ങനെ അടക്കമുള്ള അബ്രാഹ്മണർ ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു റവല്യൂഷനാണ്. അപ്പോൾ ഗുരുദേവ സന്ദേശത്തിന്റെ പ്രസക്തി എത്ര വലിയ രൂപത്തിൽ ഇന്നും നിൽക്കുന്നു, അത് ഉയർത്തി നമ്മൾ മുന്നോട്ട് പോകേണ്ട വലിയ രൂപത്തിലുള്ള കടമകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരികയാണ്. ലോകത്താകമാനമുള്ള സംഭവങ്ങൾ എടുത്താൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉയർന്ന് രാജ്യങ്ങളും തമ്മിലുള്ള
ഏറ്റുമുട്ടലുകൾ വളർന്ന് ഏറ്റവും വലിയ രൂപത്തിലുള്ള നരനായാട്ടുകൾ നടക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ആഗോളതലത്തിൽ നിൽക്കുന്നു. അത് ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും ഓരോ ചേരികൾ മാറി വരുന്നു. എല്ലാ അർത്ഥത്തിലും നടക്കുന്ന എല്ലാ സംഘർഷങ്ങൾക്കും നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് സാമ്രാജ്യത്വം ഇന്ന് മുന്നിട്ട് നിൽക്കുന്നു. ട്രംപ് എടുക്കുന്ന നിലപാടുകളെല്ലാം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ആക്രമണോത്സവമായ നീക്കങ്ങളുടെ ഉന്നത രൂപങ്ങളാണ്. അത് വലിയ രൂപത്തിൽ നമ്മുടെ ലോകത്ത് വളർന്നു വരുന്നു. അത്തരം സംഘർഷങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ മറുഭാഗത്ത് കൂടി സമാധാനാന്തരീക്ഷത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴും യുണൈറ്റഡ് നേഷൻസ് പോലും ആ രംഗത്ത് പിൻവാങ്ങേണ്ട ഗതികേടിലാണ് ട്രംപിന്റെ നിലപാടുമായി മുന്നോട്ട് പോവുക. നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിൽ എടുത്തു കഴിഞ്ഞാൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഭാഷയുടെയും എല്ലാം പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം വീണ്ടും പ്രകടമായി വരുന്ന അന്തരീക്ഷങ്ങൾ വരികയാണ്. ഉത്തരപൂർവ്വ ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങൾ അതാണ്. അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള ആക്രമണങ്ങൾ വിവിധ തലങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അവർ മറക്കുന്നു. രാജ്യത്തിന്റെ പരിപാവനമായ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന രംഗത്ത് മഹാനായ അംബേദ്കർ, ആ അംബേദ്കറോടൊപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കാളികളും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഉന്നതന്മാരും എല്ലാം ചേർന്ന് 284 പേരുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലിയിൽ ചർച്ച ചെയ്ത് എത്രയോ ദിവസങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു ഭരണഘടന ഉള്ളടക്കമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന രൂപത്തിൽ നാം അംഗീകരിക്കപ്പെട്ടത്. ആ ഭരണഘടന വളരെ പരിപാവനമാണ്. ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ, ആ ഇന്ത്യക്കാർ എങ്ങനെ ആയിരിക്കണമെന്നുള്ള വീണ്ടും വിശദീകരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമെന്നാണ്. ആ രംഗത്ത് ജാതിപരമായ ഉച്ചനീചത്വങ്ങളോ വേർതിരിവുകളോ പാടില്ല. ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടലുകൾ പാടില്ല. മതനിരപേക്ഷത സ്വാമി വിവേകാനന്ദൻ കൊടുത്തിട്ടുള്ള ഒന്നാം തരം ഒരു ഡെഫിനിഷനുണ്ട്. സ്വാമി വിവേകാനന്ദൻ അതിന് കൊടുത്ത ഡെഫിനിഷൻ, ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ വാചാലമായി സംസാരിക്കാനുള്ള അവകാശവും അവസരവും കൊടുക്കണം. ഏത് മതമാകട്ടെ, ജാതിയാകട്ടെ, അല്ലെങ്കിൽ ആചാരമാകട്ടെ, അനുഷ്ഠാനമാകട്ടെ, എല്ലാം അംഗീകരിക്കപ്പെടണം. അതേപോലെ തന്നെ അതില്ലാത്ത ആളുകൾക്ക് അവർക്ക് പറയാനുള്ള ആശയങ്ങൾ അംഗീകരിക്കപ്പെടണം. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു രാജ്യത്ത് മതനിരപേക്ഷത നിലനിൽക്കുക. അതാണ് ഭരണഘടന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലും പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ ഒരു ഘട്ടത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ പല രൂപത്തിലുള്ള യുക്തിബോധത്തിൽ അടങ്ങിയ ചിന്തകൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ യുക്തിബോധ ചിന്തകളെ അയ്യപ്പന്റെ അഭിപ്രായം അതങ്ങനെയാണ്, അതും ആകട്ടെ എന്നാണ്. അതങ്ങനെയാണെങ്കിൽ അതും ആകട്ടെ. എത്ര വിപുലവും വിശാലവുമായ ജനാധിപത്യ ബോധത്തിന്റെ ഉള്ളടക്കമായിരുന്നു ഗുരുദേവ ദർശനത്തിൽ ഉയർന്നു വന്നത്. ഏറ്റവും അവസാനം ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ മതസൗഹാർദ്ദ സമ്മേളനം, ആ ഒരുപക്ഷെ ലോകത്താദ്യമായി അത്തരമൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഗുരുദേവനാണ്. അതിലെല്ലാ മതങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ പല മത സാരവും ഏകമെന്ന സന്ദേശം നമ്മളിൽ ഉയർത്തിയത് ഗുരുദേവനാണ്. എത്രയോ ഉന്നതമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമുള്ളതാണ് എന്ന സന്ദേശം ഉയർത്തി ഒരുപക്ഷെ ഗുരുദേവൻ ഏറ്റവും അവസാനമായി സംഘടിപ്പിച്ച ആ സർവമത സമ്മേളനം ചരിത്രയേടുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സർവമത സമ്മേളനത്തിന്റെ സന്ദേശമാണ് വർത്തമാന കാലഘട്ടത്തിൽ നാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ടത്. അതിൽ നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന ഈ മഹാഭാരതത്തിൽ ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഇസ്ലാമിയാകട്ടെ, പാഴ്സിയാവട്ടെ, ജൈനനാകട്ടെ, ബൗദ്ധനാവട്ടെ, അവരെല്ലാം ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ, അവരെല്ലാം ഇന്ത്യക്കാർ. അവരേതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ തമ്മിലടിച്ചും പ്രവൃത്തിയോടൊന്നും ബാധിക്കുന്ന ശൈലികൾ ഏത് പക്ഷത്തു നിന്നുണ്ടായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല ഗുരുദേവ ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളിന്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആ സന്ദേശം ഉയർത്തി നമ്മൾ ഇത്തരം ഉത്സവ വേദികളിലും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയിലും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ 113ാമത് തിരുവുത്സവം നാഗമ്പടം, ചരിത്രപ്രധാനമായ നാഗമ്പടം ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ തിരുവുത്സവം എല്ലാ അർത്ഥത്തിലും നമുക്കറിയാം, ഉത്സവം എന്ന് പറയുമ്പോൾ ആ ഉത്സവത്തിൽ ഉരുത്തിരിയുന്ന ഒരു സമ്പർക്കവും ആ സമ്പർക്കത്തിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സംസ്കാരവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന കലാരൂപങ്ങൾ, ആ കലാരൂപത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ഉണ്ടാവും. ആ കലയും ഒക്കെ ഇവിടെ ഉയർന്നു വരുന്നത് പല രൂപത്തിൽ. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട നടനെ ഇവിടെ ആദരിക്കുന്നുണ്ട്. സാംസ്കാരിക രംഗത്ത് ഈ കോട്ടയത്തിനും കേരളത്തിനും
പരിപാടികൾ നമുക്കെല്ലാം അറിയാം. എൻ പിള്ളച്ചേട്ടനും അതുപോലെ തന്നെ വിജയരാഘവനുമെല്ലാം നാടകാചാര്യനാരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, അത് എൻ പിള്ളച്ചേട്ടനാണ്. ആ നാടകാചാര്യൻ അത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ എത്രയോ വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അധാർമികതയ്ക്കെതിരെ വലിയ രൂപത്തിൽ തൂലികയെ പടവാളാക്കിക്കൊണ്ടായിരുന്നു നാടകരചനകൾ ആ കാലഘട്ടത്തിൽ വന്നത്. ക്ഷേത്ര സന്നിധികൾ ഇതെല്ലാം അവതരിപ്പിക്കാൻ വരും. സാംബശിവനെ പോലുള്ള കഥാപ്രസംഗക്കാർ, കടാമംഗലത്തിനെ പോലുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിരുന്ന കഥകൾ എടുത്ത് പരിശോധിച്ചാൽ അത് ഓരോ തരത്തിൽ പുരാണമായിരുന്നാലും ഇതിഹാസമായിരുന്നാലും സമകാലീന സാമൂഹികത്തിന്റെ നേർക്കാഴ്ചകളെ കാണിക്കുന്ന രൂപങ്ങളായിരുന്നാലും അതെല്ലാം നമ്മുടെ ഉത്സവപ്പറമ്പുകളിലാണ് വന്നിട്ടുള്ളത്. മഹാകവി കുമാരനാശാന്റെ ഓരോ കവിതയും എടുത്താൽ, വീണപൂവ് എടുത്താൽ, സിംഹപ്രസം എടുത്താൽ, ഗ്രാമകൃഷ്ണത്തിലെ കുയിലെടുത്താൽ, നളിനി എടുത്താൽ, ലീല എടുത്താൽ, ചിന്താവിഷ്ടിയായ സീത എടുത്താൽ, ദുരവസ്ഥ എടുത്താൽ, ചണ്ടാലവിഷ്ടിക എടുത്താൽ, കരുണ എടുത്താൽ, ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് സഹായകരമായി തൂലിയെ പടവാളാക്കി മാറ്റിക്കൊണ്ട് ആശാൻ രചിച്ചിട്ടുള്ള കാവ്യഭാവനകളാണ്. അത് ഉള്ളൂരിൻ്റെ ആയിരുന്നാലും വള്ളത്തോളിൻ്റെ ആയിരുന്നാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള രചനാവൈഭവങ്ങൾ ചങ്ങമ്പുഴയുടെയും വൈലോപ്പള്ളിയുടെയും അടക്കമുള്ള ഏറ്റവും വയലാർ രാമവർമ്മയുടെയും ONV-യുടെയും അടക്കമുള്ള ആ രചനകളെല്ലാം സാമൂഹ്യ ജീവിതത്തെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ച രചനകളായിരുന്നു. അത്തരത്തിലുള്ള കലാരംഗത്തെയും സാഹിത്യരംഗത്തെയും പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വഴിത്താരകളായി മാറിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. അതിൽ കലയും സാഹിത്യവും എല്ലാം വരുമ്പോൾ ക്ഷേത്രസന്നിധിയിൽ അവതരിപ്പിക്കുന്ന കലകൾ മിക്കവാറും സമകാലീന സാമൂഹ്യ ജീവിതത്തിന് നേർക്കാഴ്ചകൾ അവതരിപ്പിക്കലാണ് ഫലം. അത് വലിയ രൂപത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക്, എങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് ആംഗലേയ സാഹിത്യകാരന്മാരുടെ ഒക്കെ കഥാപാത്രങ്ങൾ കടന്നു വന്നത്. ഒഥല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒഥല്ലോയിൽ ഇയാഗോ ആരാണെന്ന് ചോദിച്ചാൽ സാംബശിവൻ വന്ന് നാടുനീള കഥാപ്രസംഗം നടത്തിയപ്പോഴാണ് ഇയാഗോ എന്ന് പറയുന്ന കഥാപാത്രത്തെ 1000 നാരദൻ സമം ഒരു ഇയാഗോ എന്ന് പറയുമ്പോൾ ഇയാഗോ ആരാണെന്ന് സാംബശിവൻ സാധാരണക്കാരൻ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഉത്സവപ്പറമ്പുകളിലെ അത്തരം പരിപാടികൾക്കുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അത് മറ്റൊന്നുമല്ല, വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. കുചേലൻ കുഞ്ചൻ നായർ എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിതയുടെ മുഴുവൻ അവതരിക്കാൻ ഒരു അരമണിക്കൂർ എടുത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളടക്കം പറയാം. അതിൽ പ്രധാനമായും കുചേലൻ കുഞ്ചൻ നായർ എന്ന് പറഞ്ഞ ഒരു കവിതയിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് ഇതുപോലൊരു ക്ഷേത്രസന്നിധിയുടെ അടുത്ത് ഒരു വലിയ ഉത്സവപ്പറമ്പുണ്ട്. ആ പറമ്പ് ഉടമസ്ഥൻ ശങ്കുണ്ണി മേനോനാണ്. ആ ശങ്കുണ്ണി മേനോൻ എല്ലാ ദിവസവും ആ പറമ്പിൽ ആൽത്തറ കെട്ടിയിട്ട് ആ ആൽത്തറയിൽ കഥകളി അവതരിപ്പിക്കും. കഥകളി അവതരിപ്പിക്കുന്നത് കൃഷ്ണകുചേലയാണ്. കൃഷ്ണകുചേല കഥകളി അവതരിപ്പിക്കുമ്പോൾ അതിൽ കൃഷ്ണന്റെ വേഷമിടുന്നത് പറമ്പുടമസ്ഥനായ ശങ്കുണ്ണി മേനോനാണ്. അതിൽ കുചേലന്റെ വേഷമിടുന്നത് ജീവിതത്തിലും കുചേലനാണ്, ഈ കഥകളിലും കുചേലനായി വരുന്ന കുഞ്ചൻ നായരാണ്. ആ കുഞ്ചൻ നായരെ സംബന്ധിച്ചോളം 9 കുട്ടികളുണ്ട്, 9 പേരുണ്ട് വീട്ടിൽ. ആ വീട് മുഴുവൻ നിത്യദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടമായി കഴിയാണ്. ദിവസവും വന്ന് കഥകളി ആടി കഴിയുമ്പോൾ കാണികളെല്ലാം വലിയ രൂപത്തിൽ മുമ്പിലിരിക്കുന്ന തോർത്തിലേക്കല്ലേ തുണിയിലേക്ക് പണം എറിഞ്ഞു കൊടുക്കും. ആ തുണി അത് മുഴുവൻ വാരിക്കെട്ടി പറമ്പടമസ്ഥനായ ഈ നമ്മുടെ ശങ്കുണ്ണി മേനോൻ വീട്ടിൽ കൊണ്ടു. ഒരു ചില്ലിക്കാശ് കുഞ്ചൻ നായർക്ക് കൊടുക്കില്ല. അപ്പോൾ ഒരു ദിവസം നടക്കുന്ന സംഭവമാണ് കവിതാരൂപത്തിൽ വീണ്ടും അവതരിപ്പിക്കുന്നത്. അക്കളി യോഗമുടമസ്ഥനാണയാൾ തെക്കേ തലയ്ക്കലെ ശങ്കുണ്ണി മേനോൻ. അപ്പോൾ ശങ്കുണ്ണി മേനോൻ അവതരിപ്പിക്കുകയാണ്. കുഞ്ചൻ നായർ: ആട്ടം കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തും നേരം ഓടിയെത്തും 18 കണ്ണുകൾ എന്ന് വെച്ചാൽ 9 പേരുണ്ട്. ആവതില്ല നടന് ആഴക്കരിക്ക് വകയുവാൻ ആശ്വസിപ്പിക്കാൻ എന്ന് കൂട്ടിച്ചേർക്കുന്നു. ഒരു തരത്തിലും ഇവരെ ആഴക്കരിക്കെന്ന് വെച്ചാൽ അത്താഴത്തിന് വക പോലും കൊണ്ട കൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇവൻ നിന്ന് ഈ കുഞ്ചൻ നായർ വിഷമിക്കുക. ഇങ്ങനെയുള്ളൊരു ദിവസം, ഇങ്ങനെ കുറെ ദിവസം ഈ കഥകളി ആടിക്കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം കുഞ്ചൻ നായർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിൽപ്പൊതിയുമായി ദ്വാരകയിലെ കൃഷ്ണനെ കാണാൻ ഓടി വരുന്ന സ്ഥാനത്ത് അവിൽപ്പൊതിക്ക് പകരം കയ്യിൽ ഒരു കുടത്തണ്ട് കരുതിയിരുന്നു. അപ്പോൾ ഈ ശങ്കുണ്ണി മേനോൻ നേരെ ആലിംഗനം ചെയ്യാൻ വരുമ്പോൾ നേരെ ശങ്കുണ്ണി മേനോൻ ആകുന്ന കൃഷ്ണന്റെ മുഖത്ത് 2 കോടം കൊഴിച്ചു കൊടുത്ത് കയ്യിൽ നിന്ന ഈ കുടത്തണ്ടെടുത്ത്. അപ്പോൾ ഇതുപോലെ കാണികൾ ചാടി എഴുന്നേറ്റു. ഉൾച്ചൂലുപോലാം മുടിക്കെട്ട് തുള്ളിച്ചു ഗർജിച്ചു നാട്ടു പ്രമാണിമാരിങ്ങനെ കൃഷ്ണനെ തല്ലിയോ ആ ധിക്കാരംബി ജനഹൃദയങ്ങളിൽ. വലിയ രൂപത്തിൽ ആർത്തിരമ്പി കാണികൾ ചൂടോടുകൂടി എഴുന്നേറ്റ് വന്നു. അപ്പോൾ കുഞ്ചൻ നായർ തിരിച്ച് അപ്പോഴത്തേനും ഈ സംഭവം നടന്ന് അടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഈ ശങ്കുണ്ണി മേനോന്റെ കത്തി അടർന്നു മനയോല പോയി വീർത്തു വിഷണ്ണനായി ദ്വാരകാപാലകൻ. അപ്പോൾ പുള്ളിയുടെ കത്തിയെല്ലാം അടർന്നു മനയോല പോയി വീർത്തു വിഷണ്ണനായി ദ്വാരകാപാലകൻ. അപ്പോൾ കുഞ്ചൻ നായർ തിരിഞ്ഞു നിന്ന് കാണികളോട് പറയാണ്,
ചില്ലിക്കാശ് പോലും എനിക്ക് ഇത്രയും നാൾ ആടിയിട്ട് തന്നില്ല. അട്ടം കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തും നേരം ഓടിയെത്തും 18 കണ്ണുകൾ. ആരെയും ആഴക്കരിക്ക് വക കൊടുത്ത് ആശ്വസിപ്പിക്കാൻ ആവതില്ല എനിക്ക് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചാടി എഴുന്നേറ്റ് വന്ന കാണികളൊക്കെ തിരിച്ചു പറയാണ്, ഉൾച്ചൂര് പോലാം മുടിക്കെട്ട് തുള്ളിച്ച് ഗർജിച്ചു നാട്ടു പ്രമാണിമാരപ്പോഴും കള്ളൻ കടന്നുപോ കൃഷ്ണൻ, അല്ലെങ്കിൽ ആ ചെള്ളയ്ക്ക് 2 കൊടുത്തേനെ ഞങ്ങളും എന്നാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ ഈ കള്ളന്റെ മുഖത്ത് ഞങ്ങളും 2 കൊടുക്കുമായിരുന്നു എന്നാണ് കാണികൾ പിന്നീട് പറയുന്നത്. അതിന്റെ അർത്ഥം നാട്ടിൽ നടക്കുന്ന ആ കാലഘട്ടത്തിലെ ജന്മി നാടുവാഴ്ത്തത്തിലെ ചൂഷണത്തിന്റെ ഉയർന്ന രൂപമാണ് വയലാർ രാമവർമ്മ മനോഹരമായി ക്ഷേത്രമുറ്റത്തിലെ കഥകളി പറയുന്ന കുചേലൻ കുഞ്ചൻ നായർ എന്ന് പറയുന്ന കവിതയിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അത് വായിച്ചാൽ കുറേ സമയമെടുത്ത് അത് അവതരിപ്പിച്ചാൽ ഒരു ഓട്ടംതുള്ളിന്റെ ഭാഷയിലോ അല്ലെങ്കിൽ കവിത കഥാപ്രസംഗ ഭാഷയിലോ ഒക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. എത്ര മനോഹരമാണ് ആ കവിത എന്നറിയാവും. എന്നുവെച്ചാൽ ഈ ശങ്കുണ്ണി മേനോൻ ദിവസവും ഈ കുഞ്ചൻ നായരെ വേഷം കെട്ടിച്ചതെല്ലാം ചെയ്തിട്ട് ചില്ലിക്കാശ് കൊടുക്കാത്ത സ്ഥിതി കാണികളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കലാരൂപമായി ആ കവിത മാറുകയാണ്. അപ്പോൾ കലാരൂപം കൊണ്ട് എങ്ങനെ സാധാരണക്കാരുടെ മനസ്സിൽ സാമൂഹ്യ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിന് ഒന്നാം തരം ഒരു ഉദാഹരണമാണ്. അത് തന്നെയാണ് നിരവധി നാടകങ്ങളെടുത്താൽ, നമ്മുടെ പാട്ടവാക്കി നാടകം എടുത്താൽ, ശരിക്ക് ആറ്റുവേണ്ട നാടകം എടുത്താൽ, പുതിയ ആകാശം പുതിയ ഭൂമി, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം എടുത്താൽ, ഇങ്ങനെ നാടകത്തിന്റെ വിവിധ രൂപങ്ങൾ എൻ പിള്ളച്ചേട്ടന്റെയും നിരവധി നാടകങ്ങൾ കാണാൻ വേണ്ടി നമ്മളെല്ലാം ടിക്കറ്റ് കിട്ടാതെ നടന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉത്സവപ്പറമ്പുകളിൽ സാധാരണ നമ്മൾ കൂടുന്ന ഉത്സവത്തിൻ്റെതായ ചടങ്ങുകളോടൊപ്പം കലാപരിപാടികളൊക്കെ വരുന്നതിന് ഇത്തരത്തിലുള്ള കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ നിലയിലാണ് നമ്മുടെ പരിപാടി എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം അഭിനന്ദനാർഹമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കട്ടെ. അടുത്തതായി ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ വിജയരാഘവൻ. അതിഥിയെല്ലാം നമ്മുടെ നാട്ടുകാരനാണ്. നിങ്ങൾക്കെല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എൻ പിള്ളച്ചേട്ടൻ്റെ മകനെന്ന നിലയിൽ അദ്ദേഹം നാടകത്തിലൂടെ വന്ന് സിനിമയിലെത്തി. മലയാള സിനിമയിൽ 300-ൽ പരം സിനിമ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം ഈ അടുത്ത കാലത്ത് പൂക്കാലം എന്ന് പറയുന്നൊരു സിനിമയിൽ അദ്ദേഹം വളരെ മനോഹരമായി വേഷമിട്ടു. ഞാൻ ആ സിനിമ കണ്ടതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് കേന്ദ്ര അവാർഡ് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ആദരിക്കാൻ പോയ ചടങ്ങിൽ അത് സിനിമയെ കണ്ടിട്ടുള്ളവരും മനസ്സിലാക്കുന്നവർക്കുമെല്ലാം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് കേന്ദ്ര അവാർഡ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ആ അഭിനയം നിങ്ങൾ കാണേണ്ടതാണ്. അത് കാണുന്ന ഒരാൾക്ക് വിജയരാഘവൻ ഇപ്പൊ വേദി കാണുന്ന വിജയരാഘവനും ആ അതിലെ കാരണവരെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ അദ്ദേഹമാണ് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭാവാഭിനയങ്ങൾ ഒരുപക്ഷെ നൈസർഗികതയുടെ നാട്യാവതാരമായി പൂക്കാലത്തിൽ ശ്രീ വിജയരാഘവൻ തിളങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് ലഭിച്ച യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ സഹനടൻ എന്ന രൂപത്തിൽ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ആ സഹനടൻ വെട്ടണം. കേന്ദ്രത്തിലെ ഈ വർഷത്തെ ഏറ്റവും നല്ല നടൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ആ രൂപത്തിൽ സഹനടനല്ല. അത്രയും മനോഹരമായിരുന്നു പൂക്കാലത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയം. അതിനുശേഷം അദ്ദേഹം 2 സിനിമകൾ കൂടി ആ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ കണ്ടാൽ അത് നോക്കിയിരുന്നു പോകും. വെച്ചാൽ വാർദ്ധക്യത്തിലെ എല്ലാ തരത്തിലുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങളെയും അദ്ദേഹം അതിമനോഹരമായി ആ കഥാപാത്രത്തെ അദ്ദേഹം ജീവിക്കുകയാണ്. അങ്ങനെ വന്ന ഒരു അഭിനയമാണ് പൂക്കാലത്തിൽ. അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കിട്ടിയതിൽ നമ്മുടെ നാടാകെ വലിയ രൂപത്തിൽ അഭിമാനിക്കുന്നു. ഇനിയും അദ്ദേഹത്തിന് ഉന്നതങ്ങളിൽ ഉയർന്ന തലങ്ങളിലുള്ള അവാർഡ് നേടാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഭാവിയിലെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം മാറട്ടെ. ഒരുപക്ഷെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആദരിക്കാൻ അവസരം കിട്ടിയ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ആദ്യം തന്നെ ഞാൻ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഈമനത്തെ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. തിരുനക്കരയിലെ ആഘോഷത്തിൽ അദ്ദേഹത്തെ അനുമോദിച്ചിരുന്നു. അങ്ങനെ നിരവധി വേദികളിൽ അദ്ദേഹത്തെ അനുമോദിക്കാനും ആദരിക്കാനുള്ള അവസരം കിട്ടിയെന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ധന്യ നിമിഷങ്ങളായി ഞാൻ കണക്കാക്കുകയാണ്. അങ്ങനെ എല്ലാ നിലയിലും ഈ ഉത്സവം ഏറ്റവും വലിയ രൂപത്തിൽ സമ്പന്നമാക്കാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് പരിപാടികൾ കൊണ്ട് കമ്മിറ്റികൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ 113ാമത് തിരുവുത്സവ പരിപാടികൾ ഈ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്തത് ഈ ഉത്സവവേദി കാത്തിരിക്കുന്ന ധന്യ നിമിഷമാണ്. അച്ഛൻ പകർന്നു നൽകിയ അഭിനയത്തിന്റെ ആദിപാഠങ്ങളിൽ നിന്ന് മലയാള സിനിമയുടെ വിശ്വരൂപമായി വളർന്ന കലാകാരൻ ഒരൊറ്റ നോട്ടം കൊണ്ടും ശബ്ദ ഗാംഭീര്യം കൊണ്ടും തിരശ്ശീലയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന വ്യക്തിത്വം. പകർനാട്ടത്തിന്റെ പൗരുഷം കൊണ്ടും അഭിനയത്തിന്റെ ആഴം കൊണ്ടും മലയാളിയുടെ വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർത്ത പ്രതിഭ. അക്ഷരനഗരിയുടെ മണ്ണിൽ ജനിച്ച് അഭിനയ കലയുടെ കൊടിമുടികൾ കീഴടക്കി ഇന്ന് ദേശീയ പുരസ്കാരത്തിന്റെ പൊൻപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ജനപ്രിയനായ നടൻ ശ്രീ വിജയരാഘവൻ അവர்களെ ഏറെ ആദരപൂർവ്വം SNDP യോഗം കോട്ടയം വികസന നായകൻ നമ്മളുടെ ശ്രീ N. വാസവൻ അവർ ഏറെ ആദരപൂർവ്വം ആദരവ് ശ്രീ വിജയരാഘവൻ അവർക്ക് നൽകുന്നു. ഗുരുദേവ ദർശനങ്ങളുടെ സുഗന്ധം സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന കർമ്മയോഗി. വാക്കുകളിൽ ഗുരുവാണിയും പ്രവൃത്തിയിൽ സേവനത്തിന്റെ വിശുദ്ധിയും പുലർത്തുന്ന വിനയസമ്പന്നനായ സാരഥി. ജാതിമത ഭേദങ്ങൾക്കതീതമായ മനുഷ്യ സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം ഓരോ ഹൃദയത്തിലും പതിപ്പിക്കുവാൻ പ്രയത്നിക്കുന്ന ആത്മീയ പതികൻ. ചിതറിക്കിടക്കുന്ന കണ്ണിനെയെല്ലാം സംഘടനയുടെ കരുത്തുറ്റ ചങ്ങലയിൽ കോർത്തിണക്കി സമുദായത്തിന്റെ ശബ്ദമായി മാറിയ സംഘാടകൻ. ജീവിതം തന്നെ ഒരു ഗുരുധർമ്മ പ്രചാരണമാക്കിയ അദ്വൈത ദർശനങ്ങളുടെ നേർവഴികാട്ടി. സേവനത്തിന്റെ പാതയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നേറുന്ന കർമ്മധീരൻ. നമ്മുടെ സമുദായത്തിന്റെ ഉന്നമനത്തിനായി രാപ്പകൽ ഭേദമില്ലാതെ ഓടി നടക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കോട്ടയം യൂണിയന്റെ കരുത്തുറ്റ കൺവീനറും പ്രമുഖ ശ്രീനാരായണ ഗുരുധർമ്മ പ്രചാരകനുമായ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് പരമേശ്വരൻ അവറുകളെ നാഗമ്പടത്തെ ഈ പുണ്യവേദിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി നമാമ്യഹം. SNDP യോഗം കോട്ടയം യൂണിയന്റെ നേതൃത്വത്തിലുള്ള അക്ഷരനഗരിയുടെ ഹൃദയത്തിലെ തുടിപ്പായി കോട്ടയം യൂണിയനിലെ 103 ശാഖകളുടെ 40,000-ത്തിലധികം കുടുംബങ്ങൾക്കും ഈ ദേശത്തിനും ആത്മീയ സ്ഥിരാകേന്ദ്രമായി മാറിയിരിക്കുന്ന നാഗമ്പടം എന്ന ഈ പുണ്യഭൂമിയിലെ മഹാദേവ ക്ഷേത്രത്തിലെ 113ാമത് തിരുവുത്സവം ഇന്നിവിടെ കൊടിയേറി തിരുവുത്സവാരംഭം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ തിരുവുത്സവ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നാടിൻ്റെ നമുക്കെല്ലാം പ്രിയങ്കരനായ ദേവസ്വം വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയങ്കരനായ വാസവൻ ചേട്ടൻ, ഇന്ന് നാടക കുലപതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന NN പിള്ള സാറിന്റെ മകനും നമുക്കെല്ലാം അഭിമാനവുമായ ദേശീയ അവാർഡ് ജേതാവ് ശ്രീ വിജയരാഘവൻ അവർകൾ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന നമ്മളുടെ ഈ നഗരസഭയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ MP സന്തോഷ് കുമാർ അവർകൾ, SNDP യോഗം കോട്ടയം യൂണിയന്റെ പ്രിയങ്കരനായ ജോയിന്റ് കൺവീനർ ശ്രീ ശശികുമാർ അവർകൾ, മുനിസിപ്പൽ കൗൺസിലറായ പ്രിയങ്കരനായ ശ്രീ TC റോയ് അവർകൾ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ദേവരാജൻ അവർകൾ, കൃതജ്ഞത അർപ്പിക്കുന്ന ഉത്സവ കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ശ്രീ SD പ്രസാദ് അവർകൾ, ഏറെ പ്രിയങ്കരായ വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും എംപ്ലോയീസ് ഫോറത്തിന്റെയും പെൻഷനേഴ്സ് ഫോറത്തിന്റെയും സൈബർ സേനയുടെയും തുടങ്ങി ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഉൾപ്പെടെ പോഷക സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ഭാരവാഹികൾ, ഈ ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന മേഖലയുടെ ഭാരവാഹികൾ,
അതോടൊപ്പം തന്നെ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഓരോ ശാഖയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരായ ഭാരവാഹികൾ, ഗുരുഭക്തരെ, ജാതിമത ഭേദമന്യേ ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ നാഗമ്പടത്തപ്പന്റെ ഭക്തരെ, സജ്ജനങ്ങളെ, വളരെ സന്തോഷം. ദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള വേദിയല്ല എന്നറിയാം. ഇതിനുശേഷം അടുത്ത കലാപരിപാടി ആരംഭിക്കണം. നമുക്ക് വിജയരാഘവൻ സാറിന്റെ 2 വാക്കുകൾ ശ്രവിക്കണം. കൂടുതലൊന്നും അതുകൊണ്ട് പറയുന്നില്ല. നാഗമ്പടത്തപ്പന്റെ പുണ്യത്തെക്കുറിച്ച്, നാഗമ്പടം എന്ന പുണ്യഭൂമിയെക്കുറിച്ച് 2 വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രം പറയുകയാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രിയങ്കരനായ ഒരു മാധ്യമ സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചു. 113 വർഷമായി നാഗമ്പടം മഹാദേവ ക്ഷേത്രം ഇവിടെ ഗുരുവിന്റെ ബോധാനന്ദ സ്വാമിയാൽ പ്രതിഷ്ഠിതമായിട്ട് നിരവധിയായ ചരിത്രമുറങ്ങുന്നു നാഗമ്പടത്ത്. ഇവിടെ സൂചിപ്പിച്ചു, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ എന്നാണെന്ന സത്യത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പിന്നാക്ക വിഭാഗത്തിലുള്ള ആളുകൾക്കുൾപ്പെടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സവിശേഷമായി ഗുരുവിന്റെ അനുഗ്രഹത്വ ആശീർവാദത്തോടു കൂടിയും ഇവിടെ പ്രതിഷ്ഠിച്ച നാഗമ്പടം ക്ഷേത്രം, അതോടൊപ്പം തന്നെ ഇന്ന് ലോകമറിയപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനത്തിന് അരുൾ ചെയ്ത നാഗമ്പടം ക്ഷേത്രം, മഹാകവി കുമാരനാശാന്റെ പ്രഥമ സ്മാരകം നിലകൊള്ളുന്ന നാഗമ്പടം ക്ഷേത്രം, എത്രയെത്ര ചരിത്രങ്ങൾ. പക്ഷേ എന്തുകൊണ്ട് ഇത് ലോകം അറിയുന്നില്ല? അതുകൊണ്ട് തന്നെ നാഗമ്പടത്തിന്റെ പ്രസിദ്ധി ഈ ലോകമെമ്പാടും അറിയിക്കണമെന്ന ഒരു ആഗ്രഹം SNDP യോഗം നേരിട്ട് ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതോടൊപ്പം ചേർന്നുകൊണ്ട് അതിന്റെ കൂടെ പങ്കുചേരാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞാനും ഈ ഇരിക്കുന്ന ശശികുമാറിയേട്ടനുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ആ ആഗ്രഹം ഇവിടുത്തെ ദേശവാസികളായി ഇവിടെ നിലകൊള്ളുന്ന നമ്മളുടെ 103 ശാഖാ ഭാരവാഹികളോടും ഈ പ്രദേശവാസികളോടും ഒക്കെ പറഞ്ഞപ്പോൾ നാഗമ്പടം എന്നത് പുണ്യ തീർത്ഥാടന കേന്ദ്രമായി മാറണമെന്ന ആഗ്രഹം എല്ലാവരുടെ മനസ്സിലേക്കും കടന്നു വന്നു. ഈ തിരുവുത്സവം ഇന്ന് സമാരംഭം കുറിച്ച് 30-ാം തീയതി ഇത് സമാപനം കുറിക്കുന്നു ആറാട്ടോടുകൂടി. ആ സുദിനത്തിൽ 3 പതിറ്റാണ്ടിലധികമായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മധീരനായ പകരക്കാരനില്ലാത്ത SNDP യോഗത്തിന്റെ ബഹുമാനായി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. 103 ശാഖകളും പോഷക സംഘടനകളും ഉത്സവ കമ്മിറ്റിയും ഒക്കെ അദ്ദേഹത്തിന് ആദരവ് നൽകുന്നുണ്ട്. അന്നേ ദിവസം ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്, ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞാൽ ഈ ലോകം അറിയപ്പെടുന്ന തരത്തിൽ പ്രശസ്തമായ പുണ്യ തീർത്ഥാടന കേന്ദ്രമായി നാഗമ്പടം മാറണമെന്ന ആഗ്രഹമാണ് ഞങ്ങൾ ജനറൽ സെക്രട്ടറിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അത് സാക്ഷാത്കരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി 30-ാം തീയതി ദിവസവും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്ര സംബന്ധമായി നമ്മൾ ഇവിടെ പങ്കെടുക്കുന്ന ഭക്തരൊക്കെ കൊടിയേറ്റ് കഴിഞ്ഞു. ഇവിടെ ഉത്സവ സമ്മേളനമുണ്ട്. കുറച്ചു നേരം നിന്നു, ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചു പേര് പോയി. ഒരു കാര്യം പറയുകയാണ് കേട്ടോ, എല്ലാവർക്കും ഭക്ഷണമുണ്ട്, കൊടിയേറ്റ സദ്യ ഇവിടെ കഴിച്ചിട്ടേ പോകാവൂ എന്ന് മുൻകൂട്ടി അറിയിക്കുകയാണ്. പക്ഷേ ഈ ക്ഷേത്ര സംബന്ധമായി ഒരു കൊച്ചൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. പ്രിയമുള്ളവരെ, ഈ ക്ഷേത്രോത്സവങ്ങളിലൊക്കെ പങ്കാളികളാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ ഇവിടെ, ഞാൻ അധ്യാപകനോ കൗൺസിലറോ ഒക്കെ ആയതുകൊണ്ടാവാം ആ ചോദ്യം എവിടെയും ചോദിക്കുന്നത്. ഇതാ ഇവിടുന്ന് കലാസന്ധി ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ കാണാൻ നമ്മുടെ കുട്ടികൾ ഇവിടെ, യുവതലമുറ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. പ്രിയങ്കരായ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഭക്തിയും വിശ്വാസവും നഷ്ടപ്പെട്ട് ആത്മബന്ധം നഷ്ടപ്പെടുന്ന, പരസ്പരം സാഹോദര്യമില്ലാത്ത, രാസലഹരിക്ക് അടിമയാകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് എന്ന് നാം മറക്കാതിരിക്കുക. നാം എല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലയോ ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ വരണമേ എന്നാണ്. പക്ഷേ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇന്ന് ദുഃഖാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന 100 കണക്കിന് 1000 മാതാപിതാക്കളെ എനിക്കറിയാം. മേഖല അതായതുകൊണ്ട് എന്താണ് കാരണം? നമ്മളിതാ ഒരു പൊട്ടിയ പട്ടത്തിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് പറയുമ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു. നാം നോക്കുമ്പോൾ ഇതാ അങ്ങ് ദൂരെ, അങ്ങ് നിരവധിയായ നിലകെട്ടിടങ്ങൾക്ക് മുകളിൽ, വലിയ വലിയ മരങ്ങൾക്ക് മുകളിൽ, വലിയ മലകൾക്ക് മുകളിൽ ഇതാ ഒരു പട്ടം പൊങ്ങി പറന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ ചിറകുകൾ വിരിച്ച് പറന്ന് വാലുകൾ തിമിർത്താടി ഈ പട്ടം ഇങ്ങനെ ഉയരങ്ങളിൽ പൊങ്ങി നിൽക്കുമ്പോൾ എല്ലാം കീഴടക്കി എന്ന അഭിമാന ബോധത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് അങ്ങനെയാ. കാരണം അവർക്ക് എന്തിന്റെ കുറവാ? എല്ലാം നേടിയെന്ന അഭിമാനപൂർവ്വം മുകളിൽ നിൽക്കുമ്പോൾ ഇതാ ഒരു പരുന്ത് ആ പട്ടത്തിനോടൊപ്പം കടന്നു വരികയാണ്.
ആ പരുന്ത് ചോദിച്ചു, നിനക്ക് എന്നെ പോലെ ഇനിയും പറക്കാമോ? ആ പരുന്ത് ഈ പട്ടവുമായി സൗഹൃദം ചേർന്നു. പരുന്തിനോട് പട്ടം പറഞ്ഞു, എനിക്ക് നിന്നോടൊപ്പം പറന്ന് ഇനിയും ഉയരണമെന്ന് ആഗ്രഹമുണ്ട്, നിന്നെ പോലെ ഇങ്ങനെ റാഞ്ചണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയുമോ? എനിക്കൊരു നിയന്ത്രണ ചരടുണ്ട്. ഇതാ താഴെ നിന്നൊരു കൊച്ചു പയ്യൻ എനിക്ക് കാണാൻ പറ്റാത്ത അകലത്തിൽ നിൽക്കുന്നത് കണ്ടോ? ഒരു നൂല് കൊണ്ട് ഇതാ എന്നെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇതൊന്ന് പൊട്ടിച്ചു തരാമെങ്കിൽ ഞാൻ സ്വതന്ത്രമായി പറക്കാം. ഇന്ന് നമ്മുടെ മക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ, കാമുകനോട് പറയും, എന്റെ അപ്പം കാരണം, എന്റെ അമ്മ കാരണം അല്ല ഞാൻ നിന്റോടൊപ്പം ചാടി വന്നേനെ, ഇല്ലേ? ചെറുപ്പക്കാര് പിള്ളേർ പറയുന്നത്, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണങ്ങൾ പൊട്ടിച്ചെറിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും വീണ്ടും ഉയരങ്ങളിലേക്ക് പറക്കാമെന്ന് വിചാരിക്കുന്ന പട്ടത്തെ പോലെ നമ്മുടെ കുട്ടികളിൽ നായിക്കൊണ്ടിരിക്കുക. അവസാനം ഈ കൂട്ടുകൂടിയ പരുന്തിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ കുട്ടി അറിയണ്ട, നിയന്ത്രിക്കുന്ന ആൾ അറിയണ്ട, ഈ ചരട് ഒന്ന് പൊട്ടിച്ചു തരുമോ? പരുന്ത് ആ ചരട് പൊട്ടിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, പട്ടത്തിന്റെ അവസ്ഥ പട്ടം പറപ്പിച്ചവർക്ക് അറിയാമില്ലേ? ഈ നിയന്ത്രണ ചരട് പൊട്ടിയ പട്ടം എങ്ങോട്ടെന്നില്ലാതെ ലക്ഷ്യമില്ലാതെ പറന്ന് കൂപ്പുകുത്തുന്ന കാഴ്ച ഇന്നിതാണ് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളുടെ നിയന്ത്രണം വിട്ട് അമ്മയുടെ പൊക്കൽ കൊടിയാകുന്ന ആ ചരട് പൊട്ടിച്ച നിമിഷം മുതൽ കുട്ടി നമ്മളിൽ നിന്ന് അകന്നു. സ്വന്തം ബന്ധങ്ങൾ അറിയാതെ, ഭക്തിയില്ലാതെ, വിശ്വാസമില്ലാതെ, അവരെങ്ങോട്ടെന്നില്ലാതെ ലക്ഷ്യം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. എല്ലാം നേടിയെന്ന് അഭിമാനപൂർവ്വം പറയുമ്പോഴും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കണ്ണീരും കൈയുമായി പോകുന്ന മക്കൾ. ഇന്ന് നിങ്ങൾ ഓർക്കുക, ഇന്ന് ദേവാലയങ്ങളിൽ ആളില്ല. എന്താ കാരണം? ഭക്തിയില്ല, വിശ്വാസമില്ല. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആളില്ല. കാര്യം എന്താ? പിള്ളേരുടെ എണ്ണം കുറവാ, 1-2 ഒക്കെ ഉള്ളൂ. ഉള്ളതൊക്കെ UK പോയിക്കൊണ്ടിരിക്കുക. പിന്നെയോ ആള് കൂടുന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയാമോ? ഡി അഡിക്ഷൻ സെന്ററുകൾ. നല്ല തിരക്കാണ് ഇന്നവിടെ. പിന്നെ വൃദ്ധർക്കുള്ള വൃദ്ധസദനങ്ങളും. ഇന്ന് കൂടി വരുന്ന ബിസിനസ് ഡി അഡിക്ഷൻ സെന്ററുകളും വൃദ്ധസദനങ്ങളുമാണ്. ഓർത്തുകൊള്ളുക. എന്താണ് കാരണം? നൂല് പൊട്ടിയ പട്ടം പോലെ പറന്ന് വഴിതെറ്റിപ്പോകുന്ന നിരവധിയായ കുട്ടികൾ. പ്രിയമുള്ളവരെ, ഒരേയൊരു മാർഗമേ ഉള്ളൂ, ഭക്തി, വിശ്വാസം. ഇതൊക്കെ വീണ്ടെടുക്കുക. കുഞ്ഞുങ്ങളെ നന്മ പഠിപ്പിക്കുക. ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ അല്ലലോടുകൂടി ഞാനെന്നും എനിക്കെന്നും എന്റേതെന്നുമുള്ള ഭാവത്തിൽ വ്യത്യസ്തമായി ചിഹ്ന ഭിന്നമായി കിടന്നപ്പോൾ സംഘടിച്ച് ശക്തരാകുവാൻ പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തെയും ശുചിത്വവും ഈശ്വരഭക്തിയും സംഘടനയും കൃഷിയും കച്ചവടവും കൈത്തൊഴിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയും തുടങ്ങിയ അഷ്ടവിഷയങ്ങൾ അരുൾ ചെയ്ത മണ്ണാണ് നാഗമ്പടം. മക്കളെ ഇവിടേക്ക് എത്തിക്ക്. ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് അവരെ ആത്മീയ പ്രഭാവമാകുന്ന ആ ഭക്തിയുടെ നൂൽച്ചരടിൽ ബന്ധിക്കട്ടെ. സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ആ നൂൽച്ചരടിൽ അവരെ ബന്ധിക്കുക. ആ ഒരു നിയന്ത്രണം ആവശ്യമാണ്. നിയന്ത്രണം ഇല്ലാതെ പോകുമ്പോൾ ഓർക്കണം, ഭാര്യ ഓർക്കും ഭർത്താവ് കെട്ടിയ ഈ നൂലാണെന്ന്. ചില ഭാര്യ കണ്ടിട്ടില്ലേ, ഇപ്പൊ പൊട്ടിച്ചെറിയ, ഇതിന് വലിയ കനമൊന്നും ഇല്ലല്ലോ, കട്ടിയില്ല, 3-7 നൂല് കെട്ടിയ ചരട് പൊട്ടിച്ചെറിയാൻ ഭാര്യയ്ക്ക് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത കാലഘട്ടത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? പരസ്പര ബന്ധത്തിന്റെ ആ ഒരു മനോഭാവമില്ല. ഇവിടെ സ്വാർത്ഥത നിറഞ്ഞ ലോകം. ഇതൊക്കെ മാറണമെങ്കിൽ കുരുന്നുകൾ ആകുരിക്കുമ്പോൾ മുതൽ ഭക്തിയും വിശ്വാസവും ഊട്ടി അവരെ വളർത്തുക, നന്മ പഠിപ്പിക്കുക. അതായിരിക്കണം ക്ഷേത്ര സമുച്ചയങ്ങൾ. ക്ഷേത്ര അവിടെ കാമക്രോധ മോഹമത മാത്സര്യംഭാദികളാകുന്ന അവസ്ഥകളിൽ നിന്നും ഒരു മനുഷ്യനെ മോചിപ്പിക്കുവാനുള്ള മാർഗങ്ങളെ പ്രസരിപ്പിക്കുന്ന ഇടമാണ് ക്ഷേത്രം. ആ ക്ഷേത്ര സമുച്ചയങ്ങൾ അറിവിന്റെ ഉറവിടങ്ങളാവട്ടെ. മഹാഗുരുവിന്റെ ക്ഷേത്രങ്ങൾ അറിവിന്റെ ഉറവിടങ്ങളാവട്ടെ. അവിടുന്ന് പ്രസരിക്കുന്ന അറിവ് ഈ ലോകത്തിന്, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായിട്ടുള്ള നന്മയെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവുത്സവം എല്ലാവരും തുടർന്നുള്ള ദിവസങ്ങളിൽ 4 ദേശത്തിന്റെ താലപ്പൊലി, വൈകുന്നേരങ്ങളിൽ നിരവധിയായ കലാപരിപാടികൾ, അതിനുശേഷം ഇളനീർ തീർത്ഥാടനം, അതിനുശേഷം പള്ളിവേട്ട, ആറാട്ട്, ഗാനമേള, നാടൻപാട്ട്, മ്യൂസിക് ഫ്യൂഷൻ, അങ്ങനെ നിരവധി പരിപാടികൾ. ആറാട്ടിന് ആനയും കുതിരയും തുടങ്ങി നിരവധിയായ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഇവിടെ അകമ്പടിയോടെ ഈ ദേശത്തെ ആകമാനം ഭക്തി നിർഭരമായ ആഘോഷ പരിപാടികളിൽ ലയിപ്പിക്കുന്ന ഒരു നമ്മുടെ ആറാട്ടായിരിക്കും നടക്കുക. അതിലേക്ക് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം. തുടർന്ന് ഈ വരുന്ന ഫെബ്രുവരി മാസം 15-ാം തീയതി ഇതാ ഈ ശിവക്ഷേത്രം നമ്മൾ ആലുവ ശിവരാത്രി എന്ന് പറയുന്നത് പോലെ ഇനി മുതൽ നാഗമ്പടം ശിവരാത്രി എന്ന് പറയുന്ന രീതിയിൽ ചരിത്രപരമായുള്ളൊരു മാറ്റത്തിന് വിധേയമാക്കുകയാണ്. മറ്റൊന്നുമല്ല, ഭക്തജനങ്ങൾ എത്തിച്ചേരുമ്പോൾ ഈ മണിമലയാറിന്റെ തീരത്ത്, മധ്യ തിരുവിതാംകൂറിലെ പുണ്യസ്നാന കേന്ദ്രമായ ഈ മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ
വെള്ളം നിറച്ച് ഭഗവാന് കുംഭാഭിഷേകം നടത്തുന്നു. 1008 കുടം വെള്ളം കൊണ്ടുള്ള കുംഭാഭിഷേകം ഈ വർഷം ഉണ്ടായിരിക്കും. അന്ന് ശിവരാത്രി നാളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് രചിച്ചു തന്ന ശിവശതകം കൊണ്ടുള്ള അഖണ്ഡനാമ ജപയജ്ഞം ഉണ്ടായിരിക്കും. എല്ലാവരും ഈ ഭഗവത് സന്നിധിയിൽ ഒന്നെത്തി ആ ഭഗവാന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് ഭക്തി നിർഭരമായ ആ ചടങ്ങുകളിൽ പങ്കെടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നാഗമ്പടത്തപ്പന്റെയും മഹാഗുരുവിന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. പൂക്കൈതക്കാട്ടിലെ കുട്ടപ്പൻ ചേട്ടനായി നമ്മെ ചിരിപ്പിക്കുകയും സിലോൺ ചാക്കോയായും പള്ളിക്കൽ നാരായണനായും നമ്മെ വിസ്മയിപ്പിക്കുകയും ചെയ്ത ആ നടന വൈഭവവും ഓരോ ചലനത്തിലും ശ്വാസത്തിലും അഭിനയത്തിന്റെ അഗ്നി പേറുന്ന ആ മഹാകലാകാരൻ നാഗമ്പടത്തെ ഈ കലാസന്ധിക്ക് തിരിതെളിക്കാൻ എത്തുമ്പോൾ അത് ഈ മണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ നിറവിൽ നിൽക്കുന്ന ശ്രീ വിജയരാഘവൻ അവർകളെ നമ്മുടെ കലാപരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കാനായി അതീവ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ, സഹൃദയരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷവും അഭിമാനവും എല്ലാം തോന്നുന്ന നിമിഷമാണിത്. എൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ചു വളർന്ന കോട്ടയത്ത് ഞാൻ ബസേലിയസ് കോളേജിലാണ് പഠിച്ചത്. പിന്നെ പല ദിവസങ്ങളിലും പലപ്പോഴും ക്ലാസ്സിലൊന്നും പോകാതെ ഈ മാവിൻ്റെ ചോട്ടി വന്നിരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ അമ്പലവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ ആദ്യത്തെ തന്ത്രികളായിരുന്ന ഗോപാല തന്ത്രികൾ, അദ്ദേഹം അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീനാരായണ ഗുരുസ്വാമിയെ പറ്റി ഒരു നാടകം എഴുതണമെന്ന് അദ്ദേഹം അച്ഛനൊരിക്കൽ അഭ്യർത്ഥിക്കുകയും അങ്ങനെ അച്ഛന് നാടകം എഴുതി. ദേവനോ മനുഷ്യനോ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. അതിൽ ശ്രീനാരായണ ഗുരുദേവനെ ഒരു കഥാപാത്രമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു. ആ നാടകത്തിൽ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ജയവിജയന്മാരെ ഇദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും അഭിനയിച്ചിരുന്നു ഇരട്ടയായിട്ട്. ഈ രണ്ട് കഥാപാത്രങ്ങളെ തിരിച്ചറിയാതെ പോകുന്നതും ഈ ഗുരുദേവൻ അതിനകത്ത് സാക്ഷിയാവുന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രമേയം. പക്ഷെ ആ നാടകം അധികം കളിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഗുരുദേവനെ ഒരു കഥാപാത്രമാക്കി രംഗത്ത് അവതരിപ്പിക്കുന്ന അന്നത്തെ കാലത്ത് പല സ്ഥലങ്ങളിൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായി. അതോടുകൂടിയാണ് നാടകം വേണ്ടാന്ന് വെച്ചത്. പിന്നെ അന്ന് ഇത്രയും നാടകങ്ങൾ അച്ഛനത്ര പ്രസിദ്ധനല്ലായിരുന്നു. അപ്പം അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി ഒരു നാടകം എഴുതിയ അച്ഛനെ പറ്റി പലർക്കും അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ ക്ഷേത്ര സന്നിധി വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അംഗീകാരമാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ അനവധി അമ്പലങ്ങളിൽ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അത് സ്റ്റേജിൽ നാടകം കളിക്കുക അത് മാത്രമായിരുന്നല്ലോ. പക്ഷെ ഒരു സ്റ്റേജിൽ വെച്ച് ഇതുപോലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് എനിക്കൊരു അംഗീകാരം കിട്ടുന്നത് ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട്. ഇതെന്നും എൻ്റെ മരണം വരെ ഓർക്കുന്നൊരു നിമിഷമായിരിക്കും. ഞാനിവിടെ വന്നപ്പോൾ ഈ ഗോപാലൻ തന്ത്രികളെ പറ്റി അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നുണ്ട് നല്ലോണം. ഞാൻ തീരെ കുട്ടിയാണ്, നല്ലോണം ഓർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പടം അവിടെ ആ മുറിയിലിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നടനെ പറ്റിയുള്ള ചരിത്രത്തിൽ ലിഖിതമായിട്ട് എഴുതിയൊരു നടൻ 4000 വർഷം മുൻപ് ജീവിച്ചിരുന്ന എക്കനേർ ഫ്രൈറ്റ് എന്ന് പറഞ്ഞ ആളായിരുന്നു എന്നാണ്. അദ്ദേഹം ഈജിപ്തിലായിരുന്നു. അതായത് 4000 വർഷം മുമ്പ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന എക്കനേർ ഫ്രൈറ്റ് ആയിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ ഒരു നടൻ. അതിന് വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. കാര്യം അന്നത്തെ പുരാണങ്ങളും ചരിത്രവും ഒക്കെ അന്നത്തെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രയോഗിച്ചിരുന്നത് ഇന്നത്തെ നാടകം പോലല്ല. അതിന് അബിഡോസ് പാഷൻ പ്ലേ എന്നാണ് പറയുക. നാടകത്തിൻ്റെയും കഥാപ്രസംഗത്തിൻ്റെ ഒക്കെ രൂപത്തിലുള്ള ചില പാട്ടുകൾ കൊണ്ടും അംഗവിക്ഷേപങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടും ഒക്കെ ഈ അന്നത്തെ പുരാണ കഥകൾ, അതായത് നമ്മളിപ്പോൾ അറിയുന്ന പല ദൈവങ്ങളും ജനിക്കുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഒരു അറിയപ്പെടുന്ന നടൻ ഒരു പുരോഹിതനായിരുന്നു.
ആ പുരോഹിതനോട് അനുബന്ധിച്ച് അനവധി ഈ പറഞ്ഞ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഈ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യകുലം ഉണ്ടായി അവൻ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആരാധനാലയങ്ങളുണ്ടായിരുന്നു, പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. അവരൊക്കെ എന്താണ് ചെയ്തിരുന്നത്? ടു ടീച്ച് ദ സിറ്റിസൺസ് വാട്ട് ഇസ് ബെസ്റ്റ്, എന്താണ് നല്ലത് അത് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ ബെസ്റ്റ് ആയിരിക്കില്ല അന്നത്തെ ബെസ്റ്റ്. അപ്പോൾ എന്താണെങ്കിലും ആ കാലഘട്ടത്തെ നന്മകൾ മനുഷ്യരിലേക്ക് പകരാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ടാണ്, സങ്കേതമായിട്ടാണ് ദേവാലയങ്ങളെ കണ്ടിരുന്നത്. ആ ദേവാലയങ്ങളിൽ ഈ പറഞ്ഞ കഥകളൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെയുള്ള ഓരോ കലാരൂപങ്ങൾ കൊണ്ടാണ്. ആ കലാരൂപങ്ങൾക്ക് ഇന്ന് മാറ്റം സംഭവിച്ചു ഇപ്പോഴും അതുതന്നെയാണ്. മനുഷ്യ സംസ്കാരവും കലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ക്ഷേത്രങ്ങളോടും ദേവാലയങ്ങളോടും അനുബന്ധിച്ചാണ് നടക്കുന്നത്. അത് കാര്യക്ഷമമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും ഈ പറഞ്ഞ ദേവാലയങ്ങളും അത് ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ പല ജാതികളും മതങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. പല രീതിയിലാണത്. എല്ലാവരും പഠിപ്പിക്കുന്ന എല്ലാ ദൈവങ്ങളും പഠിപ്പിക്കുന്നത് എന്താ? മനുഷ്യ സ്നേഹമാണ്, മനുഷ്യൻ്റെ കൂട്ടായ്മയാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ ഇവരെല്ലാ ക്രിസ്തുവും ബുദ്ധനും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര സുന്ദരമായിരുന്നാണ് ഈ രാജ്യം, ഈ ലോകം. അപ്പം അതൊന്നും മനുഷ്യന് ഈ പറഞ്ഞതൊക്കെ കേൾക്കാന്നല്ല, ഉപദേശം കേൾക്കാന്നല്ല, അനുസരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം അടുത്തിരിക്കുന്ന ആളിന് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിലെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി. അത് മുമ്പേ പ്രസംഗം പറഞ്ഞ പോലെ യുവതലമുറയ്ക്കൊന്നും ഇതുപോലെയുള്ള വേദികളോടോ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളോടോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളോടോ ഒന്നും അവർക്കൊന്നും അതിനെപ്പറ്റിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാത്തതെന്ന് വെച്ചാൽ ചിലപ്പം ഈ കുടുംബത്തിലും അത്ര പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സാമൂഹ്യ രീതിയല്ല നമ്മളെ. എല്ലാവരും തിരക്കാണ്, ഉദ്യോഗം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തിരക്കാണ്. ജീവിതത്തെ തിരക്കിനിടയ്ക്ക് ചിലപ്പം അന്ന് പണ്ടത്തെ പോലെ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. എന്താണേലും അതൊരു വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. സൂക്ഷിക്കണം എല്ലാവരും. ഏതായാലും എനിക്ക് ഈ ക്ഷേത്രത്തിൽ വരാനും ഈ പറഞ്ഞില്ലേ ആ മാവൻ ചോട്ടി ഞാനും പലപ്പോഴും വന്നിരുന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുണ്യമായിരിക്കാം എനിക്കും ഈ പറഞ്ഞ ഞാൻ 55 വർഷത്തോളം സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, ഇന്ന് ഇവിടെ നിലനിൽക്കാൻ പറ്റുന്ന. ആദ്യമൊക്കെ നാടകം കളിക്കായിരുന്നു, പിന്നെ സിനിമയായി. ഇപ്പോൾ സിനിമയിൽ തന്നെ 43 വർഷമായി. ഒരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ഇതാ ഈ ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഒരവസരം കിട്ടിയിരിക്കുന്നു. ഇതൊരു ഗംഭീര വിജയമാവട്ടെ. മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ പോലെ വരും വർഷങ്ങളിൽ കൂടുതൽ ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ജനങ്ങൾ വിശ്വാസത്തിൽ അർപ്പിതമായിട്ടുള്ള ജീവിതം ഉണ്ടാകാനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ കലാപരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. ഗുരുദേവ ദർശനത്തിന്റെ വഴിവിളക്കുകൾ തെളിയിച്ച് കോട്ടയം യൂണിയന്റെ സ്നേഹത്തണലിൽ നന്മയുടെ മറ്റൊരധ്യായം. ഐമനം പുത്തൻപുരയിൽ കൃഷ്ണൻ ശാന്തി മെമ്മോറിയൽ ചികിത്സാ സഹായ വിതരണോദ്ഘാടനം നടത്തുന്നതിനായി നമ്മുടെ നഗരത്തിന്റെ വികസന നായകൻ, സ്നേഹനിധിയായ ജനപ്രതിനിധി, ബഹുമാനപ്പെട്ട കോട്ടയം നഗരസഭ അധ്യക്ഷൻ ശ്രീ MP സന്തോഷ് കുമാർ അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി അതിലുപരി ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സഹർഷം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. SNDP യോഗം കോട്ടയം യൂണിയൻ ഐമനം കൃഷ്ണശാന്തി മെമ്മോറിയൽ ചികിത്സാ സഹായം അർഹത ആയിരിക്കുന്നത് MS സോമൻ മാഞ്ചിറ വരമ്പിനകം 2169 മെമ്പർ ശാഖ. ബഹുമാന്യായ അധ്യക്ഷൻ, SNDP യോഗം കോട്ടയം യൂണിയൻ കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ അവറുകൾ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകൾ, ബഹുമാന്യൻ
നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായിട്ടുള്ള ദേശീയ ഫിലിം അവാർഡ് ജേതാവ് ശ്രീ വിജയരാഘവൻ അവറുകൾ, പ്രിയപ്പെട്ട SNDP യോഗം കോട്ടയം യൂണിയൻ ജോയിൻറ്റ് കൺവീനർ ശ്രീ വി ശശികുമാർ, എൻ്റെ സഹപ്രവർത്തകൻ കൗൺസിലർ ശ്രീ TC റോയി, പ്രിയപ്പെട്ട ശ്രീ S ദേവരാജൻ, പ്രിയപ്പെട്ട SD പ്രസാദ്, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ തിരുവുത്സവ സമ്മേളനത്തിൻ്റെ ഒരു സമാപനത്തിലേക്ക് എത്തിയിരിക്കുക. കോട്ടയത്തെ മുഴുവൻ ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, ആരാധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും കൈകോർത്ത് കൊണ്ട് പോകുവാൻ 113 തിരുവുത്സവത്തിന് ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുക. ഓരോ തിരുവുത്സവവും നമ്മുടെ നാട്ടിലെ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനകരമായ രീതിയിലേക്കുള്ള ചിന്തകളും ദർശനങ്ങളും ഉയർത്തുവാൻ ഈ ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ വളരെ ചിട്ടയോടുകൂടി മുമ്പോട്ട് ഇതിൻ്റെ ഉത്സവവും പരിപാടികളും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി സ്മരിച്ചുകൊണ്ട് എല്ലാവിധ തിരുവുത്സവ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഇനി നമ്മുടെ ഈ തിരുവുത്സവ സമ്മേളനത്തിന്റെ ആത്മാവുമായി മാറുന്ന മുഖ്യ പ്രഭാഷണത്തിന്റെ നിമിഷമാണ്. അക്ഷരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും മനുഷ്യ മനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന പദസൂര്യൻ, നാവേറുകൊണ്ട് സദസ്സിനെ മന്ത്രബദ്ധമാക്കുന്ന സമുദായ സ്നേഹത്തിന്റെ തീക്കനൽ നെഞ്ചിലേറ്റുന്ന അനിഷേധ്യനായ നായകൻ, സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ജീവിതം തന്നെ പോരാട്ടമാക്കി മാറ്റിയ ഉജ്ജ്വല വ്യക്തിത്വം, വാക്കുകളിൽ ഇടിമുഴക്കവും പ്രവൃത്തിയിൽ വജ്രശോഭയുമുള്ള ജനകീയ സാരഥി, ഗുരുദേവന്റെ സന്ദേശങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ സമൂഹത്തിന്റെ നാനാ തുറകളിലേക്ക് എത്തിക്കുന്ന അജയ്യനായ സംഘാടകൻ, ആലപ്പുഴയുടെ സമരവീര്യം സിരകളിൽ ആവാഹിച്ച് SNDP യോഗം കോട്ടയം യൂണിയന്റെ ജോയിന്റ് കൺവീനറായി സമുദായ പ്രവർത്തനങ്ങളിൽ ഉജ്ജ്വലമായ പാതയൊരുക്കുന്ന കർമ്മധീരൻ, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ഓരോ ജനമനസ്സുകളിലും ആഴ്ന്നിറങ്ങുന്ന വിധം അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട തീപ്പൊരി പ്രാസംഗികൻ ശ്രീ B ശശികുമാർ അവറുകളെ നാഗമ്പടത്തെ ഈ പവിത്രമായ വേദിയിൽ തിരുവുത്സവ സന്ദേശം നൽകുവാനും അതോടൊപ്പം ഡയാലിസിസ് കിറ്റ് വിതരണത്തിനുമായി ക്ഷണിക്കുന്നു. ഈ ഡയാലിസിസ് കിറ്റിന് അർഹരായിട്ടുള്ളവരുടെ പേരുവിരൊന്ന് വായിക്കുകയാണ്. ശ്രീ വിജയൻ BG, ശ്രീ രാജീവ് തങ്കപ്പൻ, ശ്രീ രാജു PV, ശ്രീമതി ഓമന തങ്കച്ചൻ, ശ്രീ രജീഷ് CP, ശ്രീ പവിത്രൻ OV, ശ്രീ സജി CD, ശ്രീ സുരേഷ് MP, ശ്രീമതി അമ്മണി, ശ്രീ TT ബേബി, ശ്രീ ഷിബു മോൻ, ശ്രീ ശശീന്ദ്ര പണിക്കർ, ശ്രീ KJ സന്തോഷ്, ശ്രീ അലസ് തോമസ്, ശ്രീ യജുകുമാർ. ആദ്യമായി ശ്രീ വിജയൻ PG സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു. ഈ പരിപാടി ഡയാലിസിസ് കിറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ശ്രീ ജോയി അലിക്കോസ് ആണ്. ശ്രീ ഡിനിൽ ഈ സ്റ്റേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കിറ്റ് ഏറ്റുവാങ്ങാൻ ആദ്യമായി ശ്രീ PG വിജയൻ അവരെ ക്ഷണിക്കുകയാണ്. ശ്രീ രാജൻ തങ്കപ്പൻ, വിളിക്കുന്ന ആരുടെയെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരും കടന്നു വന്ന് ഇത് കൈപ്പറ്റണം എന്നറിയിക്കുകയാണ്. രാജൻ തങ്കപ്പൻ, ശ്രീ രാജു PV, ശ്രീമതി ഓമന തങ്കച്ചൻ, ശ്രീ CP റജിമോൻ, ശ്രീ OV പവിത്രൻ, ശ്രീ OV പവിത്രൻ, അത് കഴിഞ്ഞ് ശ്രീ CD സജി, സുരേഷ് MP, ശ്രീമതി അമ്മണി, ശ്രീ TT ബേബി, ശ്രീ ഷിബു മോൻ, ശ്രീ ശശീന്ദ്ര പണിക്കർ,
ശ്രീ സന്തോഷ് KJ, ശ്രീ അലക്സ് തോമസ്, ശ്രീ അജികുമാർ. അജികുമാർ. ഇവിടെ വന്ന് ഏറ്റുവാങ്ങാൻ കഴിയാത്തവർക്ക് തിരുവുത്സവ കമ്മിറ്റിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കിറ്റുകൾ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കോട്ടയം SNDP യൂണിയൻ്റെ കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ അവர்களെ, ഇവിടെ യോഗത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹോണറബിൾ മിനിസ്റ്റർ ശ്രീ വാസവൻ സാറ്, നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ക്ഷണിതാക്കളെ, നേതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഈ വൈകിയ സമയത്ത് ഞാൻ പ്രസംഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ മിനിസ്റ്ററും അതുപോലെ സുരേഷ് സാറും എല്ലാം വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് ദൃശ്യവൽക്കരിച്ച് നമുക്ക് നൽകാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഇത്രയും സമയം വൈകിയത് കൊണ്ട് മറ്റൊരവസരത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരമുള്ളത് കൊണ്ട് എൻ്റെ ഈ തിരുവുത്സവ സന്ദേശം മറ്റൊരവസരത്തിൽ നൽകാം എന്നറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാടിന്റെ സ്പന്ദനമറിഞ്ഞ് ജനമനസ്സുകളിൽ ഇടം നേടിയ കർമ്മോത്സുകനായ ജനപ്രതിനിധി, വികസന വഴികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കരുത്തുമായി നമ്മുടെ നഗരത്തിന്റെ പ്രിയങ്കരനായ കോട്ടയം മുനിസിപ്പൽ കൗൺസിലർ ശ്രീ TC റോയി അവർകളെ ഈ മഹോത്സവ സമ്മേളനത്തിന് ആശംസകൾ നേരുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ SNDP കോട്ടയം യൂണിയന്റെ കൺവീനർ കൂടിയായ ശ്രീ സുരേഷ് പരമേശ്വരൻ സാർ, നമ്മുടെ ഈ ചടങ്ങ്, മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പിന്റെ മന്ത്രി കൂടിയായ ശ്രീ VN വാസവൻ അവരുടെ, നമ്മുടെ വേദിയിൽ നിന്ന് പോയ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളെ, ശ്രീ ശശികുമാർ അടക്കമുള്ള വേദിയിലെ ഏറ്റവും ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്നവരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. 113ാമത് ഈ തിരുവുത്സവം ഇവിടെ തിരിതെളിയുമ്പോൾ ഈ മഹനീയമായ ക്ഷേത്രാങ്കണത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് ധന്യമായ പ്രദേശത്ത് ഈ പ്രദേശം അനുസ്യൂതം വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രദേശത്തിന് സംഭാവന ചെയ്യുന്ന ഈ നാഗമ്പടം ക്ഷേത്രം കൂടുതൽ ശ്രേയസ്സോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് മഹനീയമായ ചടങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ കരുത്തോടുകൂടി ഈ നാടിൻ്റെ എല്ലാ പിന്തുണയും ഈ ഉത്സവത്തിനും ഈ പ്രദേശത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു മനോഹരമായ പൂമാലയിലെ ചരടെന്ന പോലെ അദൃശ്യനായിരുന്ന ഈ ഉത്സവത്തിന്റെ ഓരോ നിമിഷത്തെയും ധന്യമാക്കിയ സംഘാടകൻ, ആസൂത്രണത്തിന്റെ മികവ് കൊണ്ടും അശ്രാന്ത പരിശ്രമം കൊണ്ടും ഈ സമ്മേളനത്തെ വിജയതീരത്തെത്തിച്ച നമ്മുടെ തിരുവുത്സവ കമ്മിറ്റി കോർഡിനേറ്റർ പ്രിയപ്പെട്ട ശ്രീ SD പ്രസാദ് സാർ അവർകളെ നന്ദി രേഖപ്പെടുത്താനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാക്കുകൾ കൊണ്ട് അദ്ദേഹം അർപ്പിക്കുന്ന ഈ കൃതജ്ഞത നമ്മുടെ എല്ലാം ഹൃദയതാളമാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സമ്മേളന നടപടിക്രമം പൂർത്തിയാകണമെങ്കിൽ അതിന് കൃതജ്ഞത എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കൃതജ്ഞത മാത്രമേ പറയുന്നുള്ളൂ, മറ്റ് ഒരു കാര്യങ്ങളും വേറെ പറയുന്നില്ല. അതായത് ഇപ്പം നമ്മുടെ ശശികുമാർ സാറൊക്കെ പറഞ്ഞ പോലെ വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ 113ാമത്
തിരുവുത്സവത്തിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ സുരേഷ് പരമേശ്വരൻ സാറിനെ ആദ്യമായി ഈ തിരുവുത്സവ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ ചേട്ടനെ ഈ തിരുവുത്സവ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഈ കോട്ടയം SNDP യൂണിയന്റെ ആദരവ് ഏറ്റുവാങ്ങിയ നമ്മുടെ കോട്ടയത്തിന്റെ സ്വന്തമായ അഭിനയ ചക്രവർത്തി ശ്രീ വിജയരാഘവൻ സാറിനെ ഈ തിരുവുത്സവ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ കോട്ടയം SNDP യൂണിയന്റെ ജോയിന്റ് കൺവീനർ ശശികുമാർ സാറിനെ ഈ തിരുവുത്സവ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സന്തോഷ് കുമാറിനെ ഈ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഈ വാർഡിന്റെ കൗൺസിലർ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ TC റോയിക്ക് ഈ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ തിരുവുത്സവ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ദേവരാജന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായ വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദിരാ രാജപ്പൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ലിനീഷ് ടിയാക്കളം, വനിതാ സംഘം സെക്രട്ടറി സുഷമ മോനപ്പൻ, പെൻഷനേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ PG രാജേന്ദ്രബാബു, ശ്രീനാരായണ പഠന കേന്ദ്രം ചെയർമാൻ ശ്രീ AB പ്രസാദ്, എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് ശ്രീ ശ്രീദേവ് K ദാസ്, ഈ തിരുവുത്സവം വിജയിപ്പിക്കുന്നതിന് അശ്രാന്ത പരിശ്രമം ചെയ്ത 10 മേഖലയുടെ ചെയർമാൻമാർ, കൺവീനർമാർ, തിരുവുത്സവത്തിന്റെ 4 മേഖലാ ചെയർമാൻമാർ, കൺവീനർമാർ, വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാർ, കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, ശാഖായോഗങ്ങളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ക്ഷേത്രം തന്ത്രി ബഹുമാന്യായ ശ്രീ MN ഗോപാലൻ തന്ത്രി അവളുകൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ക്ഷേത്രം മേൽശാന്തി ശ്രീ രജീഷ് ശാന്തികൾക്കും കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഭഗവാന്റെ ആറാട്ട് ഏറ്റവും ഗംഭീരമാക്കുന്നതിന് വേണ്ടി അശ്രീനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ തിടമ്പേറ്റുവാൻ ആനയെ എഴുന്നള്ളിക്കുന്ന ആറാട്ട് വരവേൽപ്പ് കമ്മിറ്റിക്ക് ഞാൻ പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ക്ഷേത്രവും പരിസരവും ഇത്രയും വർണ്ണാഭമാക്കിയ മനോജിനും മറ്റ് സംഘാംഗങ്ങൾക്കും ഈ ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗുരുദേവനാമം ജയിക്കട്ടെ. വാക്കുകൾ പൂക്കളായി വിരിഞ്ഞ, ആശയങ്ങൾ അമൃതായി ഒഴുകിയ ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ പൂർണ്ണതയിലെത്തുകയാണ്. വികസനത്തിന്റെ വെളിച്ചവുമായി എത്തിയ ബഹുമാനപ്പെട്ട മന്ത്രിയും നടന വൈഭവത്തിന്റെ കുലപതിയും സമുദായത്തിന്റെ കരുത്തായ പ്രിയ നേതാക്കളും കരുണയുടെ കൈത്താങ്ങുമായി എത്തിയവരും ചേർന്ന് ഈ വേദിയെ ഒരു നക്ഷത്ര സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. അക്ഷരനഗരിയുടെ തിരുനെറ്റിയിൽ ശിവചൈതന്യം വിളിച്ചോതുന്ന ഈ നാഗമ്പടം സന്നിധിയിൽ ഗുരുദേവ തൃപാദങ്ങളുടെ പാദസ്പർശമേറ്റ ഈ ധന്യഭൂമിയിൽ നമ്മൾ ഇന്ന് പങ്കുവെച്ച ഓരോ വാക്കും ഒരു പ്രാർത്ഥനയായി മാറട്ടെ. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും അജ്ഞതയിൽ നിന്നും അറിവിലേക്കും നമ്മെ നയിച്ച ആ മഹാമനീഷിയുടെ സാന്നിധ്യം ഇന്നും ഈ ക്ഷേത്രമുറ്റത്ത് ഒരു തണൽ മരം പോലെ നമുക്ക് കാവലുണ്ട്. ഈ തിരുവുത്സവം ഭക്തിയുടെയും സാഹോദര്യത്തിന്റെയും കൊടുമുടികൾ കീഴടക്കട്ടെ. വരും ദിനങ്ങളിലെ ഓരോ ചടങ്ങും ഭഗവാന്റെയും ഗുരുദേവ തൃപാദങ്ങളുടെയും അനുഗ്രഹത്താൽ സമ്പൂർണ്ണ വിജയമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമുക്കിടയിലെ വേർതിരിവുകൾ മാഞ്ഞു പോവുകയും ഒരേ ഒരു ജാതി, ഒരേ ഒരു മതമെന്ന ആ വലിയ സത്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പടരുകയും ചെയ്യട്ടെ. നാഗമ്പടത്തപ്പന്റെയും ഗുരുദേവ തൃപ്പാദങ്ങളുടെയും പാതാരവിന്ദങ്ങളിൽ ഈ സമ്മേളനത്തെ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഉത്സവകാലം നേരുന്നു. നന്ദി, നമസ്കാരം.